നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ദൈവവചന പഠനത്തിലേക്ക് എല്ലാവരെയും കൃത്യനാമത്തിൽ വന്ദനം ചൊല്ലുന്നു. യോഹന്നാന്റെ സുവിശേഷം എന്ന പുസ്തകത്തിന് 53-ാമത്തെ ക്ലാസ്സിലേക്കാണ്. 2025 മാർച്ച് മാസം 3-ാം തീയതി നാം ഒന്നിച്ച് കൂടി വന്നിരിക്കുന്നത്. ദൈവവചന പഠനത്തിൽ ആവശ്യമായ ദൈവകൃപ കർത്താവ് നമുക്ക് നൽകുവാൻ വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ 52-ാമത്തെ ക്ലാസ്സിൽ നാം ചിന്തിച്ച് അവസാനിപ്പിച്ചത് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യമായിരുന്നു. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല എന്ന ദൈവജനത്തെ ആണ് നമ്മൾ ചിന്തിച്ച് അവസാനിപ്പിച്ചത്. ഇവിടെയുള്ള നിരവധി വഴികൾ എല്ലാം ഉണ്ട്. സമുദ്രത്തിൽ വഴിയുണ്ട്, ആകാശത്തിൽ വഴികളുണ്ട്, കരയിൽ വഴികളുണ്ട്, അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ വഴികളുണ്ട്. എന്നാൽ എല്ലാം മീതെ കർത്താവ് ഒരുക്കിയിരിക്കുന്ന ജീവനുള്ള വഴിയെക്കുറിച്ച് കഴിഞ്ഞ പാട്ടിടയാത്തതുണ്ട്. മനുഷ്യനുണ്ടാക്കുന്ന വഴികളൊക്കെയും മനുഷ്യനെത്തിപ്പെടേണ്ട സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള വഴികളാണ്. നമുക്കറിയാം, ഗ്രഹങ്ങളിലേക്കും സൂര്യനിലേക്കും ഒക്കെയുള്ള വഴികൾ മനുഷ്യൻ കണ്ട് എത്തുവാൻ സാധിക്കും. അവൻ്റെ കഴിവുകൾ കൊണ്ട് സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്കും ആകാശത്തിൻ്റെ ഉയരങ്ങളിലേക്കും ഒക്കെ മനുഷ്യൻ സഞ്ചരിക്കും. അതുപോലെ വളരെ വേഗതയേറിയ നിരവധി മാർഗങ്ങൾ ഇവിടെ ഉണ്ടാക്കപ്പെടും. അതൊക്കെയും ഈ ദിവസങ്ങളിൽ അതിൻ്റെതായിട്ടുള്ള പൂർത്തീകരണത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ 2000 വർഷം മുമ്പ് യേശു ക്രിസ്തു മുഖാന്തരമായി സ്വർഗീയ പിതാവിൻ്റെ അടുക്കിലേക്ക് എത്താനുള്ള ആ സ്വർഗത്തിൻ്റെ ജീവനുള്ള വഴി യേശു ക്രിസ്തു മുഖാന്തരം തുറക്കപ്പെടുക. ഞൊടിയിടയ്ക്കുള്ളിൽ യേശുവിൽ ഇരിക്കുന്നിടത്ത് എത്തിച്ചേരുവാനുള്ള വഴിയാണ് പിതാവാൻ ദൈവം നമുക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്നത്. ആ വഴിയിലൂടെ സഞ്ചരിപ്പാൻ നമുക്ക് കർത്താവ് ഭാഗ്യം തന്നതിനായി സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രിയിലും ആ വഴിയിലൂടെ അനേകർ കടന്നു വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് പറഞ്ഞു, ജീവങ്കിലേക്ക് പോകുന്ന വഴി ഇടുക്കവും ഞെരുക്കമുള്ളത്, അതിലൂടെ പ്രവേശിക്കുന്നവർ ചുരുക്കമത്രേ. എന്നാൽ നാശത്തിലേക്ക് പോകുന്ന വഴി വീതിയും വിശാലവുമാകുന്നു, അതിലൂടെ പോകുന്ന അനേകരാകുന്നുവെന്ന് പറയണം. ജീവങ്കിലേക്ക് പോകുന്ന വഴിയാകുന്ന, നിത്യജീവന്റെ വഴിയാകുന്ന, വഴിയും സത്യവും ജീവനുമാകുന്ന യേശു ക്രിസ്തുവിന്റെ ജീവനുള്ള വഴിയിലൂടെ നമുക്ക് സഞ്ചരിച്ച് ജീവനായകനായിരിക്കുന്ന യേശു ഇരിക്കുന്നിടത്ത് എത്തിച്ചേരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതായിരുന്നു കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ച് നിർത്തിയത്. തുടർന്ന് ഇവിടെ പറയുന്നത് അതിൻ്റെ 7-ാമത്തെ വാക്യങ്ങൾ മുതൽ നാം ചിന്തിക്കുന്നത്, നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട്, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്ര കാലം നിങ്ങളോടുകൂടി ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ എന്ന് അവനോട് ചോദിച്ചു. അവൻ ചോദിച്ച ചോദ്യത്തിന് യേശു കർത്താവ് മറിച്ചൊരു ചോദ്യമാണ് അവനോട് ചോദിക്കുന്നത്. അതിൻ്റെ ഇവിടെ ക്രിസ്തു യേശുവിനോട് 3 അപ്പോസ്തലന്മാർ ചോദിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നാം ഇവിടെ മർക്കോസിന്റെ മാളിമുറിയിൽ ഉള്ള ഇരുന്നുള്ള സംഭാഷണത്തിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പെസഹയുടെ അന്ന് യേശുക്രിസ്തുവിനോട് പ്രധാനമായിട്ടും 3 ചോദ്യങ്ങൾ ചോദിക്കുന്നതിനെ കുറിച്ചാണ് 13-ാം അധ്യായം 36-ാമത്തെ വാക്യത്തിൽ പത്രോസ് ചോദിക്കുന്നു, നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചു. അതിന്റെ 14-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ തോമസ് അവനോട് ചോദിക്കുകയാണ്, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയുമെന്ന് യേശുവോട് ചോദിച്ചു. അടുത്തത് 7-ാമത്തെ വാക്യത്തിൽ ഇവിടെ ഫിലിപ്പോസ് അവനോട് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് ഇന്നു മുതൽ ഞങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട്, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ എന്ന് പറഞ്ഞു. 4-ാമത്തെ കാര്യം, 4-ാമത്തെ ചോദ്യം ചോദിക്കുന്നത് അത് അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ, ഇസ്കരിയോത്തവല്ലാത്ത യൂദ അവരുടെ, കർത്താവേ, എന്ത് സംഭവിച്ചിട്ടാകുന്നു നീ ലോകത്തിനല്ല ഞങ്ങൾക്ക് തന്നെ നിന്നെ വെളിപ്പെടുത്തുന്നു എന്ന് അടുത്തുവാൻ പോകുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഈ 4 പേരുടെ 4 അപ്പോസ്തലന്മാരുടെ
പ്രസക്തമായ 4 ചോദ്യങ്ങളാണ് കർത്താവ് അതിനുത്തരമായിട്ടാണ് കർത്താവ് മർക്കോസിന്റെ മാളികമുറിയിൽ നിന്ന് സംസാരിക്കുന്നത്. അത് സംസാരിച്ചതിന് ശേഷമാണ് യേശുക്രിസ്തു അവിടുന്ന് എഴുന്നേറ്റ് ഒലിവുമലയിലേക്ക് പോകുന്നത്. ഇവിടെ 4 പേരും ചോദിച്ച ചോദ്യങ്ങളിൽ പത്രോസ് ചോദിച്ചതിനുള്ള ചോദ്യത്തിന്റെ മറുപടി കർത്താവ് പറഞ്ഞു. തുടർന്ന് തോമസ് അവനോട് ചോദിച്ചത് വഴി ഏതാകുമെന്നാണ്. നീ എവിടെ പോകുന്ന വഴി ഏതാകും? ഫിലിപ്പോസ് ചോദിക്കുകയാണ്, പിതാവിനെ ഞങ്ങൾ കാണിച്ചിരുന്നത്. ഫിലിപ്പോസിന്റെ അടുത്ത് യവനക്കാരായിരിക്കുന്ന ആൾക്കാർ വന്ന് ചോദിച്ചു, ഞങ്ങൾക്ക് യേശുവിനെ കാണിച്ചു തരണം. യവനന്മാർ പെരുന്നാളിൽ വന്നപ്പോൾ അതിന്റെ 12-ാം അധ്യായത്തിലെ 21-ാം വാക്യത്തില് പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചില യവനന്മാരെ ഉണ്ടായിരുന്നു. ഗലീലക്കാരനായ ബത്സേദക്കാരനായിരിക്കുന്ന ഫിലിപ്പോസ് അടുക്കൽ വന്നവനോട് യജമാനെ ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ടെന്ന് അപേക്ഷിച്ചു. ജാതികൾക്ക് അന്ന് അവർക്ക് യേശുവിനെ കാണുവാൻ ആഗ്രഹമുണ്ടായിരുന്നപ്പോൾ അത്രയും അത്ഭുതം ചെയ്യുന്ന മരിച്ച 4 ദിവസം കഴിഞ്ഞിട്ട് ഉയർപ്പിച്ച യേശുവിനെ കുറിച്ച് അത്ഭുതങ്ങൾ ചെയ്യുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള വാർത്ത അത് പറഞ്ഞപ്പോൾ പെരുന്നാൾ വന്ന യഹൂദന്മാർക്ക് യെരൂശലേം ദേവാലയത്തിൽ നടക്കുന്ന കാര്യങ്ങളെ അല്ല അവർ കാണേണ്ടത്. അവർ ആവശ്യപ്പെട്ടത് യേശുവിനെ കാണണമെന്നാണ്. എന്നാൽ ക്രിസ്തുവോട് കൂടെ നടന്ന ഈ ശിഷ്യന്മാർക്ക് യേശുവിനെ കണ്ടിരിക്കുന്നത് കൊണ്ട് അവർ പറയുകയാണ്, ഫിലിപ്പോസ് പറയുക, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണമെന്ന്. അപ്പോൾ ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് വ്യത്യസ്തമായ നിലവാരത്തിലുള്ളതാണ്. അപ്പൊ യവനന്മാർക്ക് യേശുവിനെ കാണണം. അതിന്റെ ഉത്തരം കർത്താവ് വ്യക്തമാക്കി അവർക്ക് പറഞ്ഞു കൊടുത്തു. അതും പിതാവിനോടുള്ള ബന്ധത്തിലാണ് തൻ്റെ കാര്യങ്ങൾ താനാകുന്നു എന്ന് വെളിപ്പെടുത്തിയത്. എന്നാൽ ഫിലിപ്പോസ് ഇവിടെ പറയുകയാണ്, ഈ എവിടെ പോകുന്നു, വഴി ഏതാകുന്നു എന്ന് അവർ രണ്ടുപേരും ചോദിച്ചപ്പോൾ 3-ാമത്തെ ചോദ്യം ഫിലിപ്പോസ് ചോദിക്കുക, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണം, എന്നാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങൾക്കത് മതി. അപ്പൊ നിന്നെ ഞങ്ങൾ കണ്ടു, നീ ആരാകുന്നു അല്ലെങ്കിൽ നിന്റെ പ്രവൃത്തി എന്താകുന്നു ഒക്കെ ഞങ്ങൾക്ക് ഏകദേശം അറിയാം. എന്നാൽ നീ പറയുന്ന ഈ പിതാവ്, സ്വർഗസ്ഥനായ പിതാവ്, അവനെ കാണിച്ചു തരുവാൻ നിനക്ക് കഴിയും. നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. അവരുടെ ചോദ്യത്തിന്റെ പ്രത്യേകത അതാണ്. യേശുവോട് ചോദിച്ചാൽ യേശു നിശ്ചയമായിട്ടും അതിനുള്ള ഉത്തരം നൽകും, അല്ലെങ്കിൽ അത് കാണിച്ചു കൊടുക്കും, അല്ലെങ്കിൽ അത് പ്രവൃത്തിപത്തിൽ കൊണ്ടുവരുമെന്ന് അറിയാവുന്ന ഫിലിപ്പോസ് പറയുക, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. ഇവിടെ അത് നല്ലൊരു ചിന്തയാണ്. കാരണം പലതും തൃപ്തിയില്ലാതിരിക്കുമ്പോൾ, പലതും ഭൗമികമായിട്ടുള്ളത് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇവിടെ കർത്താവിന്റെ ദാസന്മാരായിരിക്കുന്ന അപ്പോസ്തലന്മാർ ചോദിച്ച ഒരു ഭൗതിക കാര്യം ചോദിച്ചില്ല. കാരണം അവർ ചോദിച്ച മുഴുവനും ഞങ്ങൾക്ക് വീട് വേണമെന്നോ, ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കണമെന്നോ, അല്ലെങ്കിൽ അവരെ കരുതണമെന്നോ സൂക്ഷിക്കണമെന്നോ ഒന്നും അവർ പറഞ്ഞു. ഇവർക്ക് കുടുംബസ്ഥരും ഇവരൊക്കെ ആവശ്യമുള്ളവരുമാണ്. പക്ഷേ യേശുവിന്റെ അടുക്കൽ ചോദിക്കേണ്ട ചോദ്യങ്ങൾ സ്വർഗീയമായതാണെന്ന് ക്രിസ്തുവുമായി നടന്നു കഴിഞ്ഞപ്പോൾ 3.5 വർഷത്തെ ജീവിതത്തിൽ നിന്ന് അവർക്ക് മനസ്സിലായി ഈ ഭൗമിക വിഷയങ്ങൾ അത് പരിഹരിക്കപ്പെടുവാൻ കഴിയുന്നതാണ്. അതേതെങ്കിലുമൊക്കെ വിധത്തിൽ പരിഹരിക്കപ്പെടും. അതിന് വലിയ പ്രശ്നമുള്ള കാര്യങ്ങളല്ല. കാരണം ഭൗമിക ജീവിതത്തിന് ഒരു ആവശ്യങ്ങൾക്കൊരു പരിധിയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ കാര്യം തീരും. എന്നാൽ ഇവര് യേശുവിന്റെ അടുക്കൽ വന്ന് ചോദിക്കുന്ന, കർത്താവേ, ഞങ്ങൾക്ക് നീ എവിടെ പോകുന്ന അറിയണം. കർത്താവേ, നീ പോകുന്ന വഴി ഏതാണെന്ന് ഞങ്ങൾക്കറിയണം. ആ പിതാവിന്റെ അടുക്കൽ എത്തിച്ചേർന്നാൽ അവൻ ആരാണെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴേ ഒന്ന് കാണിച്ചു തരണമെന്നുള്ള വാഞ്ച അവര് പ്രകടിപ്പിച്ചു. ഇതാണ് ക്രിസ്തുവുമായിട്ട് സഹവസിച്ചാലുള്ള പ്രത്യേകത. ഇതാണ് യേശുവുമായിട്ട് വചനവുമായിട്ട് അടുക്കും തോറും, ക്രിസ്തുവുമായിട്ട് ആത്മീയ ബന്ധം അടുക്കും തോറും ഭൗമിക ജീവിതത്തിൽ നാം ഭാരപ്പെടത്തില്ല. അത് കിട്ടിയാലും കുഴപ്പമില്ല, കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ചോദിക്കട്ടെ, തലമുറകളില്ലെങ്കിൽ സാരമില്ലെന്നേ, ജോലിയില്ലെങ്കിൽ സാരമില്ല, ഇവിടം കൊണ്ട് തീരും, ഭവനമില്ലെങ്കിൽ സാരമില്ല. ഞാൻ പറഞ്ഞത് വേണം, ഇതെല്ലാം വേണ്ടതാ. പക്ഷെ അതൊന്നും നമ്മുടെ ഹൃദയത്തിന് ഭാരമായിട്ട് തീരരുത്. ദൈവമായിട്ട് കൂടുതൽ അടുക്കും തോറും ഭൗമിക വിഷയങ്ങളോടുള്ള ബന്ധത്തിലുള്ള ആ ബന്ധം കുറഞ്ഞു പോവുകയും ആത്മീയമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള താല്പര്യം വർദ്ധിക്കുകയും ചെയ്യുന്നതിന്റെ അർത്ഥം നമുക്ക് ഭൗമികമായിട്ടുള്ള ആവശ്യങ്ങളൊന്നും വേണ്ടെന്നല്ല. നമ്മൾ ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കണം ഇനി അത് കിട്ടിയില്ലെങ്കിലും സാരമില്ല. പക്ഷേ ആത്മീയമായിരിക്കുന്ന വഴി മനസ്സിലാക്കണം.
ആ കർത്താവ് ഇരിക്കുന്ന സ്ഥലം എവിടാണെന്ന് മനസ്സിലാകണം. യേശു ഇരിക്കുന്നിടത്ത് നമ്മളെ ഇരുത്താമെന്ന് പറഞ്ഞ സ്ഥലത്ത് അത് കിട്ടിയാൽ കിട്ടട്ടെ എന്നുള്ള രീതിയിലല്ല നാം ജീവിക്കേണ്ടത്. അത് പ്രാപിച്ചെടുക്കണം. എനിക്കത് വേണം, എൻ്റെ തലമുറയ്ക്കത് വേണം എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടെ വേണം ദിവസങ്ങളിൽ ദൈവമക്കളായിരിക്കും നാം ജീവിക്കേണ്ടത്. നമ്മുടെ ഈ തിരുവചന പഠനം മുഖാന്തരമായി ഭൗമികമായിരിക്കുന്ന എല്ലാ വിഷയങ്ങളും അതിന് പരിധിയുണ്ട്. അത് ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും സാരമില്ല. അത് ദൈവം നൽകേണ്ടത് ദൈവം നൽകും. ശത്രുവൻ നമ്മുടെ നന്മയെ തടയാൻ കഴിയത്തില്ല. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്, ദൈവം നമുക്ക് നൽകാമെന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ താമസിച്ചാലും അത് നൽകാതിരിക്കത്തില്ല. അതിൻ്റെതായ സമയത്ത് ദൈവം നൽകും. ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് ശക്തമായി നമ്മോട് സംസാരിക്കുകയാണ്. നാം 2025 ഭാരമുള്ളവരായിട്ട്, വേദനയുള്ളവരായിട്ടല്ല, എല്ലാറ്റിനായി സ്തോത്രം ചെയ്തു പറഞ്ഞ കർത്താവേ, അത് ലഭിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. പക്ഷേ ഞങ്ങൾക്ക് ആത്മീയമായി നീ തുറന്നു തന്നിരിക്കുന്ന വഴിയിലൂടെ സഞ്ചരിക്കണം. നീ പോയ അതേ പാത ഞങ്ങൾക്ക് പിൻപറ്റി നീ അങ്ങയുടെ പിതാവിരിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് എത്തിച്ചേരണം. ഇതാണ് ഇവർ സംസാരിച്ചത്. മറ്റൊന്നവർ ചോദിച്ചില്ലല്ലോ, കർത്താവേ ഞങ്ങൾക്ക് എസ്റ്റേറ്റ് തരണം, ഞങ്ങൾക്ക് അത് ഇതണമെന്ന് അവർ ചോദിച്ചില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, യേശുമായിട്ട് സഹവസിക്കും തോറും, ക്രിസ്തുമായിട്ടുള്ള ബന്ധം വർദ്ധിക്കും തോറും, നിത്യജീവനായിരിക്കുന്ന ക്രിസ്തുമായിട്ട് ബന്ധപ്പെടും തോറും നമ്മുടെ ഭൗമിക മേഖലകളെക്കാൾ അപ്പുറമായിട്ട് ആത്മീയ മേഖലയുടെ കണ്ണുകൾ തുറക്കപ്പെടുവാൻ ഇടയത്തരും. ഇതാണ് ഇവർ ചോദിച്ച ചോദ്യങ്ങൾ. മറ്റാരെങ്കിലും ആയിരുന്നു ചോദിക്കുന്നത് ഇതേ ചോദിക്കുള്ളൂ. കർത്താവേ, നീ പോകുന്നതിന് മുമ്പ് യെരൂശലേമിൽ ഞങ്ങൾക്ക് ഒരു 5 ഏക്കർ സ്ഥലം തരണമെന്ന് പറയുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾക്ക് സഭ സ്ഥാപിക്കാൻ വേണ്ടി ഒരു 5 ഏക്കർ സ്ഥലവും വലിയൊരു ബിൽഡിങ്ങും പണിയാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് നൽകണമോ അല്ലെങ്കിൽ ചോദിക്കുമായിരുന്നു. ഒരാരും ചോദിച്ചില്ല. നമുക്ക് വേണം കേട്ടോ, സഭയ്ക്ക് സ്ഥലം വേണം, ഹോള് വേണം, എല്ലാം ആവശ്യമാണ്. നമ്മുടെ ആവശ്യങ്ങൾ അതെല്ലാം ആവശ്യമാണ്. പക്ഷെ അവരങ്ങനെ ചോദിച്ചില്ല. കർത്താവേ, യെരൂശലേമിൽ ഞങ്ങൾക്ക് വലിയൊരു ബിൽഡിംഗ് വേണം, അവിടെ വലിയൊരു ഹെഡ് ക്വാർട്ടേഴ്സ് പണിയണം, അവിടെ ഞങ്ങൾക്ക് ഇതെല്ലാം ചെയ്യണമെന്നല്ല പറഞ്ഞത്. അവർ ചോദിച്ചില്ല. അവർക്കറിയാമായിരുന്നു വേണ്ടതെല്ലാം അത് അതിൻ്റെ സമയത്ത് നൽകും. ഇന്ന് രാത്രി ഞാൻ നമ്മളോട് സംസാരിക്കുന്നത് ആദിമ നൂറ്റാണ്ടിലെ ദൈവമക്കൾക്ക്, ഭക്തന്മാർക്ക്, അപ്പോസ്തലന്മാർക്ക് അവരുടെ ആവശ്യം സ്വർഗീയമായതായിരുന്നു. എന്നാൽ ആദിമ നൂറ്റാണ്ടിന് ശേഷമായി ആ കാഴ്ചപ്പാടും മാറിപ്പോയത് കൊണ്ട് ഭൗതികമായിട്ടുള്ള പല കാര്യങ്ങളിലേക്ക് ദൈവസഭ നീങ്ങിപ്പോയി. എന്നാൽ കർത്താവിന്റെ വരവ് സമാഗതമാകുന്നത് കൊണ്ട് ദിവസങ്ങളിൽ മറ്റെന്തിനേക്കാളും നാം ദിവസങ്ങളിൽ വളരെയധികം വെമ്പൽ കൊണ്ട് പ്രാർത്ഥിക്കേണ്ടത് ഭൗമികമായിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, അതിനേക്കാൾ ഉപരിയായി യേശു കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ സ്ഥലത്തെത്തിച്ചേരുവാനുള്ള സ്വർഗീയമായ സമ്പന്നത പ്രാപിച്ചെടുക്കുവാൻ, ഒരു വിശുദ്ധീകരണത്തിനായി നമ്മിലുള്ള ഇരുൾ മുഴുവൻ മാറുവാൻ, നാം ശുദ്ധരായിത്തീരുവാൻ കർത്താവെ എന്നെ കൊണ്ട് കഴിയത്തില്ല, എന്നാൽ അങ്ങയുടെ കൃപ എൻ്റെ മേൽ പകർന്ന് എന്നെ മാനപാത്രമാക്കി മാറ്റണമേ, അങ്ങയുടെ അഭിഷേകം വ്യാപരിക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റണമേ, എൻ്റെ തലമുറകളോട് കണ്ണു തോന്നണമേ, ഒരാരും നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ള പ്രാർത്ഥന ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ കഴിയണമെങ്കിൽ ഇതുപോലെ ക്രിസ്തുമായിട്ടുള്ള ആത്മബന്ധം ഉണ്ടായിരിക്കണം. ദൈവമായിട്ടുള്ള ആത്മബന്ധം ഉണ്ടാകാനുള്ള പ്രാർത്ഥനയും അല്ലാത്ത നമ്മളുടെ പ്രാർത്ഥനകൾ, ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്. എന്നാൽ നമുക്ക് പൗലോസൊക്കെ എഴുതി പ്രാർത്ഥിക്കുന്നത്, എഫെസ്യലേഖനത്തിലൊക്കെ പ്രാർത്ഥിച്ചത്, വളരെ ശക്തമായ പ്രാർത്ഥന പ്രാർത്ഥിച്ചത് അവര് ആത്മീയമായ വിഷയങ്ങളെ കുറിച്ചാണ് പ്രാർത്ഥിച്ചത്. കണ്ണു തുറക്കണം, ക്രിസ്തുയേശുവിന്റെ വിളിയാലുള്ള ആശയിൽ നിന്ന് വെളിപ്പെടുവാൻ കർത്താവേ ദിവസങ്ങൾ കണ്ണു തുറക്കണമേ എന്നൊക്കെ പ്രാർത്ഥിച്ചു. ദിവസങ്ങളിൽ ദൈവമക്കളാകുന്ന നമ്മുടെയും പ്രാർത്ഥനയുടെ പ്രധാന ലക്ഷ്യം അതായിരിക്കണം. അത് ഭൗമികത്തിനപ്പുറമായി ആത്മീയത ഈ തിരുവചന പഠന മുഖാന്തരം നമ്മളിൽ ഉരുവായി വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടണം. നാം മറ്റെന്തിനേക്കാൾ ഉപരിയായി യേശു നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നന്മ പ്രാപിച്ചെടുക്കുവാൻ, അത് നമുക്കത് നിത്യതയുടെ തേജസ്സിന്റെ കനമാകിയാൽ അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ ദിവസങ്ങളിൽ അതിനായി വളരെയധികം ശ്രദ്ധയോടെ പ്രാർത്ഥിപ്പാൻ കർത്താവിന്റെ ശിഷ്യന്മാർ യേശുവിനോട്, അപ്പോസ്തലന്മാർ യേശുവിനോട് ചോദിച്ച ചോദ്യങ്ങൾ സാമ്പത്തിക വിഷയമായിരുന്നില്ല. എന്നാൽ നമ്മുടെ ആവശ്യങ്ങളെ നാം സ്വതന്ത്രത്തോടെ അറിയിക്കണം. നമ്മുടെ ആവശ്യത്തിലെ ഏറ്റവും പരമപ്രധാനമായ ആവശ്യം കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിച്ച് അവന്റെ വരവെങ്കിൽ എടുക്കപ്പെടണമെന്നുള്ളതായിരുന്നു. നാം മരിച്ചാലും ജീവിച്ചാലും യേശുവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടണമായിരിക്കണം ഒന്നാമത്തെ പ്രിയോറിറ്റി. നാം മാത്രമല്ല, നമ്മുടെ തലമുറകൾ, നമ്മുടെ പ്രിയപ്പെട്ടവരാരും നഷ്ടപ്പെട്ടു പോകരുത്. അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ സ്തോത്രത്തോടെ നമ്മുടെ ആവശ്യങ്ങളെ അറിയിക്കണം. കർത്താവ് ആ വിഷയങ്ങൾക്ക് മറുപടി നൽകുവാൻ വിശ്വസ്തനായ ദൈവം തന്നെയാണ്. ഇപ്പൊ ഇവരുടെ ചോദ്യത്തിൽ തൃപ്തനായിട്ട് ഫിലിപ്പോസ് പറയുക, ഞങ്ങൾക്ക്
അങ്ങേ മനസ്സിലായി, നീ ആരാണെന്ന് ഞങ്ങൾക്ക് ഏകദേശം വഴിയാണെന്ന് അറിയാം, നീ പോകുക എന്നറിയാം. പക്ഷെ ഈ പിതാവിനെ കുറിച്ച് നീ പറയുന്നുണ്ട്, പക്ഷെ ഈ പിതാവിനെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല, ഞങ്ങൾക്കത് കാണിച്ചു തരണം എന്ന് പറഞ്ഞു. ഇവര് അതുവരെയും യേശുവിനോട് നടന്നിട്ട് പിതാവാം ദൈവത്തെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഫിലിപ്പോസ് കണ്ടിട്ടില്ല. അതുകൊണ്ട് ഫിലിപ്പോസ് പറയാണ്, ഞങ്ങൾക്കത് മതി, ഞങ്ങൾക്കത് മതി. ദൈവം എന്ന് പറഞ്ഞിട്ട് മതിയാകുന്ന ഒരു തൃപ്തിയാകുന്ന നോക്കിക്കേ, വേറെ ഒന്നും പറഞ്ഞില്ല, എനിക്ക് എൻ്റെ യേശുവിനെ കാണണം എന്നുള്ളത് ആഗ്രഹമാണ്. എന്നാൽ യേശുവിനെ കണ്ട ഈ ജഡത്തിൽ കണ്ട ഫിലിപ്പോസിന് യേശുവിന്റെ പിതാവ് ആരായിരിക്കണമെന്ന് കാണുന്ന ഒരു ആഗ്രഹം. നമുക്കറിയാം, നല്ല മക്കളെയൊക്കെ കണ്ടു കഴിയുമ്പോൾ അവിടെ മാതാപിതാക്കൾ ആരാണെന്നുള്ളത് നിശ്ചയമായിട്ടും കാണുന്നൊരു ആഗ്രഹം തോന്നും. അങ്ങനെയല്ലേ? സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ നല്ല മിടുക്കരാണ്, ഒരു അച്ചടക്കമുള്ളവരാണെങ്കിൽ നിശ്ചയമായിട്ടും അവരുടെ മാതാപിതാക്കൾക്ക് അതിൻ്റെ വിലയുണ്ടാകും. ലോകത്തിൽ ഉന്നതമായ സ്ഥാനത്തെത്തുന്ന അവരുടെ മക്കൾക്കുണ്ടാകുന്ന ഉയർച്ചയ്ക്കനുസരിച്ചുള്ള മാന്യത ആ മാതാപിതാക്കളുടെ ബഹുമാനം അവർക്ക് ലഭിക്കും. എന്നാൽ നേരെ തിരിച്ച് ലോകത്തിൽ ഹീനമായി ജീവിക്കുന്ന അല്ലെങ്കിൽ പ്രശ്നങ്ങളകപ്പെടുന്നവരുടെ മാതാപിതാക്കളും അവർക്കും അതിനെ അഭിമുഖീകരിച്ചേ വരികയുള്ളൂ. അപ്പോൾ യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ അമ്മയെ കാണണമെന്നല്ല ഫിലിപ്പോസ് പറഞ്ഞത്. യേശുവിൻ്റെ അമ്മ ആരാണെന്നും യേശു ആരാണെന്നുമുള്ള ഈ ചോദ്യം ഇവിടെ നമ്മൾ ചോദിക്കുമ്പോൾ ഈ പിതാവാം ദൈവത്തെ കാണണം. അപ്പോൾ അവരും മനസ്സിലായി, യേശുവിൻ്റെ അമ്മയായ മറിയയും ജോസഫായിരിക്കുന്ന ആ അല്ലെങ്കിൽ ജോസഫ് അല്ല യേശുവിൻ്റെ പിതാവെന്നുള്ള കാഴ്ചപ്പാട് ജോസഫ്മാർക്കുണ്ടായിരുന്നു. വലിയൊരു കാഴ്ചപ്പാടായിരുന്നു. ലോകം മുഴുവനും വിചാരിച്ചത് യേശു ജോസഫിന്റെ പുത്രൻ എന്നാണ് വിചാരിച്ചത്. എന്നാൽ ഇവിടെ അപ്പോസ്തലനായിരിക്കുന്ന ഫിലിപ്പോസ് പറയുക, ഞങ്ങൾക്ക് നിന്റെ അമ്മ മറിയത്തെ അറിയാം, ഞങ്ങൾക്ക് ജോസഫിനെ അറിയാം, എന്നാൽ നീ ജോസഫിന്റെ മകനല്ല എന്നുള്ളത് ഞങ്ങൾക്ക് നിന്റെ ജീവിതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾക്ക് നിന്റെ യഥാർത്ഥമായിരിക്കുന്ന പിതാവിനെ, സ്വർഗീയ പിതാവിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണം, എന്നാൽ മതി എന്ന് പറഞ്ഞു. ഇതാണ് ഇവിടെ ഫിലിപ്പോസ് പറഞ്ഞത്. അപ്പം അവിടെ ആഴമേറിയ ആ അറിവ് ക്രിസ്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വിചാരിക്കരുത്, കർത്താവിനോട് നടന്ന ശിഷ്യന്മാര് അപ്പം വിളമ്പി കൊടുക്കുകയും അല്ലെങ്കിൽ രോഗികളെ സൗഖ്യമാക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ നടത്തി അവരങ്ങനെ ഒരു ചിന്താഗതിയിൽ ഭൗമികമായിരിക്കുന്ന ശുശ്രൂഷ ചെയ്തു പോയവർ അവരല്ല. അവർക്ക് അതിനേക്കാൾ അപ്പുറമായിട്ടുള്ള ടീച്ചിങ് ദൈവം കൊടുത്തിരുന്നു. ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് കൊടുത്തിരുന്നു. നിത്യതയെക്കുറിച്ചുള്ള കാര്യങ്ങൾ യേശു മുഖാന്തരമായി വെളിപ്പെട്ടത് കൊണ്ടാണ് ഈ ഫിലിപ്പോസ് ഈ ചോദ്യം ചോദിക്കുന്നത്. അതുകൊണ്ടാണ് തോമസ് ഈ ചോദ്യം ചോദിക്കുന്നത്. അതുകൊണ്ടാണ് പത്രോസ് ഈ ചോദ്യങ്ങൾ ചോദിച്ചത്. അതുകൊണ്ടാണ് ഇതിനകത്ത് ഇസ്കറിയാത്തല്ലാത്ത യൂദ ചോദ്യങ്ങൾ ചോദിച്ചത്. അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നതെല്ലാം ആത്മീയ കാര്യങ്ങളാണ്, ഉന്നതമായിരിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഇങ്ങനെ ഒരു ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് വഴി അറിയണം. അവർക്ക് നിരവധി വഴി അറിയാം. കർത്താവ് പോയ പല വഴികളൊക്കെ അറിയാം. പക്ഷെ അവർക്കറിയാം യേശു പോകുന്ന വഴി വ്യത്യസ്തമായൊരു വഴിയാണെന്ന് തോമസിന് മനസ്സിലായി. യേശു പോകുന്ന എവിടേക്കാണെന്നുള്ളത് പത്രോസിന് ഏകദേശം ഒരു സംശയം ഉണ്ടായിട്ട് ചോദിക്കുക, നീ എവിടെ പോകുന്നു? നീ പോകുന്ന വഴി ഏതാണ്? പറഞ്ഞു, നിന്റെ പിതാവാകുന്ന സ്വർഗസ്ഥന പിതാവിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്കത് മതി എന്ന് പറയുകയാണ്. അവൻ സാറ്റിസ്ഫൈഡായി, തൃപ്തനായി പറയുക. കർത്താവേ, നമ്മൾ പലപ്പോഴും മതി എന്ന് പറയാറില്ല. എന്നാൽ കർത്താവ് പറഞ്ഞു, അല്ല, ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു, അവൾക്കത് മതി എന്ന് പറഞ്ഞു. പിന്നെ വചനത്തിൽ മതി എന്നുള്ളതിന് ഉന്മാനം കൊടുക്കാനുണ്ടൊക്കെ മതി എന്ന് പറഞ്ഞപ്പോൾ ശിവര് പറയുക, ഞങ്ങൾക്ക് യേശുവിൻ്റെ പിതാവായിരിക്കുന്ന സ്വർഗസ്ഥനായ പിതാവിനെ കണ്ടാൽ മതി, ഞങ്ങൾ തൃപ്തനായി എന്നാണ് ഫിലിപ്പോസ് പറഞ്ഞത്. ഇപ്പൊ ക്രിസ്തുവിന്റെ ശുശ്രൂഷ കൊണ്ട് അതൃപ്തിയുള്ള ഒരു ജീവിതം ആയിരുന്നില്ല കർത്താവിന്റെ ശിഷ്യന്മാർ. ഇന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിലും നാം തൃപ്തിയുള്ളവരായിരിക്കണം. നാം അതൃപ്തിയുള്ളവരായി തീരരുത്. ക്രിസ്തു നമ്മളെ തൃപ്തി നൽകുന്നവനാണ്. ഇത് പറയുക, ഞങ്ങൾക്കൊരാഗ്രഹം കൂടിയുണ്ട്, നിന്റെ പിതാവിനെ ഒന്ന് കണ്ടാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. അന്ന് വരെയുള്ള അനുഭവത്തിൽ നിന്ന് ഫിലിപ്പോസ് പറയുക, ഞങ്ങൾ തൃപ്തരാണ് യേശുവേ, നിന്നോട് കൂടെ നടക്കുന്നത് കൊണ്ട് ഞങ്ങൾ തൃപ്തിയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അവരുടെ ഭൗമിക വിഷയങ്ങളെല്ലാം തീർന്നതാണോ? അല്ല, എല്ലാം തീർന്നായിരുന്നില്ല. നമുക്കറിയാം,
ചുങ്കക്കാര് അവർ ടാക്സ് ചോദിച്ചപ്പോൾ, നികുതി ചോദിച്ചപ്പോൾ അത് കൊടുക്കാൻ പോലും കയ്യിലുണ്ടായിരുന്നവനല്ലായിരുന്ന പത്രോസ്. പക്ഷേ അവരാരും യേശുവിന്റെ അടുക്ക വന്ന് പരിഭവം പറഞ്ഞില്ല. കർത്താവേ എന്ന് പറഞ്ഞ് അവർ ഇല്ലായ്മയുടെ കാര്യം പറഞ്ഞില്ല. എന്നാൽ പത്രോസിന്റെ ഹൃദയത്തിന്റെ വേദന കണ്ട കർത്താവ് അവന് വേണ്ടി ആ മീന്റെ ഉള്ളിൽ വെച്ചിരുന്ന ചന്ദ്രമുപ്പണം കൊടുക്കുവാൻ ഇടയാക്കുന്നു. അതിനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും പരാതി പറയുന്നവരാ, പലപ്പോഴും ആവലാതിയുള്ളവരാ. എന്നാൽ ഇന്ന് രാത്രി ദൈവാൻ പറയുക, നമ്മുടെ ഹൃദയത്തിന്റെ വേദന ദൈവം കാണുന്നുണ്ട്. അവന് നമ്മുടെ വിഷയങ്ങളെ മനസ്സിലാക്കുവാൻ സാധിക്കും. അവന്റെ പിന്നാലെ വരുന്നത് കൊണ്ട് ഒരിക്കലും നീ ലജ്ജിച്ചു പോകുവാൻ സമ്മതിക്കത്തില്ല. ദൈവം മത്സ്യത്തിന്റെ വായിൽ ചതുർദ്ദമപ്പണം ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവന്റെ സമയത്ത് അവന്റെ കരങ്ങളിൽ കിട്ടുവാൻ വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് അതിന്റെ സമയത്ത് അത് ലഭിക്കുവാനിടയെ തരും. ഭാരപ്പെട്ടു പോകണ്ട, പ്രയാസപ്പെട്ടു പോകണ്ട. പല മേഖലകളിലും നാം വല്ലാതെ ഭാരപ്പെടുമ്പോൾ, വേദനപ്പെടുമ്പോൾ, എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുമ്പോൾ ക്രിസ്തുവിന് നമ്മുടെ മുഖഭാവം അറിയാൻ സാധിക്കും. നമ്മുടെ ഇല്ലായ്മ മനസ്സിലാകുവാൻ സാധിക്കും. നമ്മുടെ അവസ്ഥകളെ കാണുവാൻ കഴിയും. അവനത് നിവർത്തിക്കുവാൻ ശക്തനായ ദൈവം തന്നെയാണ്. കർത്താവ് അവരോട് ചോദിച്ചു, ഇതേക്കുറിച്ച് ലൂക്കോസ് സുവിശേഷത്തിൽ അവർ തൃപ്തനാണോ എന്നുള്ള ചോദ്യമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഇങ്ങനെയൊരു സംഭാഷണം അവിടെ ഉണ്ടായത്. കർത്താവ് ചോദിക്കും, നിങ്ങൾക്ക് എന്തിന് കുറവുണ്ടായോ എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്കത് ആ ഭാഗം കൊണ്ട് വായിച്ച് ചിന്തിച്ചെങ്കിലേ ഇങ്ങനെ ഒരു ചോദ്യം ഞങ്ങൾക്ക് മതി എന്ന് പറയുവാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 35 മുതലുള്ള വാക്യം, പിന്നെ അവൻ അവരോട്, ഞാൻ നിങ്ങളെ മടിശീലയും പൊക്കടവും ചെരിപ്പും കൂടാതെ അയച്ചപ്പോൾ വല്ല കുറവും ഉണ്ടായോ എന്ന് ചോദിച്ചതിന് ഒരു കുറവും ഉണ്ടായില്ല എന്ന് അവർ പറഞ്ഞു. മനസ്സിലായോ? കാര്യം പിടികിട്ടിയോ? വെറുതെ അല്ല പീലിപ്പോസ് പറഞ്ഞു മതിയെന്ന്. കാരണം ക്രിസ്തുവിനോടുകൂടി നടന്നപ്പോൾ കുറവ് വല്ലതും ഉണ്ടായോ എന്ന് ചോദിച്ചു. ഒരു കുറവും ഉണ്ടായില്ല. അപ്പൊ ഇവിടെ ഞാൻ വായിക്കാം. ലൂക്കോസ് എന്ന് പറഞ്ഞാൽ ഭൗമികമായിരിക്കുന്ന കാര്യത്തില് നമ്മൾ അത് അനുഭവിച്ചോന്നല്ല, അങ്ങനെ കടം പിടിച്ച് കടന്നോന്നല്ല, നിരോഗിയായി കടന്നോളാനല്ല. അങ്ങനെയല്ല ദൈവം ഉദ്ദേശിച്ചത്. അങ്ങനെയല്ല ദൈവം ഉദ്ദേശിച്ചത്. ദൈവോട് ചോദിക്കുക, 22-ാം അധ്യായം അതിന്റെ 35-ാം വാക്യം, പിന്നെ അവൻ അവരോട്, ഞാൻ നിങ്ങളെ മടിശീലയും പൊക്കണവും ചെരിപ്പും കൂടാതെ അയച്ചപ്പോൾ വല്ല കുറവും ഉണ്ടായോ എന്ന് ചോദിച്ചതിന് ഒരു കുറവും ഉണ്ടായില്ല എന്നവർ പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഇത് മനസ്സിലാക്കിയിട്ട് വേണത് ആത്മീയവിഷയം പഠിക്കാനായിട്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് അവരൊന്നും യേശുവിനോട് ചോദിക്കാതെ നടന്നവരോ. ഇങ്ങനെയല്ല. അവരുടെ ആവശ്യങ്ങൾ എന്താണെന്നറിഞ്ഞ് അതത് സമയത്ത് യേശു ചെയ്തു കൊടുത്തിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, പത്രോസ് വഴിയിൽ വെച്ച് അവനോട് മറ്റുള്ളവർ ചോദിച്ചപ്പോൾ, നിന്റെ ഗുരുവും നീയും ചുങ്കം കൊടുത്തോ എന്ന് പത്രോസ് ചോദിച്ചപ്പോൾ അവൻ വിഷമിച്ച വീട്ടിലേക്ക് മടങ്ങി വന്നത്. പക്ഷേ ദൈവം അവന്റെ മുഖഭാവം കണ്ടു, അവന്റെ ആവശ്യം കണ്ടു. അവിടെ പറഞ്ഞു, നീ ചൂണ്ടയെടുത്തുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. നീ പോയി ചൂണ്ടയിട്ടു. ആദ്യം കിട്ടുന്ന മീന്റെ വായ്ക്കകത്ത് നിനക്ക് വേണ്ടിയുള്ളത് ഞാൻ കരുതിയിട്ടുണ്ട്. സമയാസമയങ്ങളിലുള്ള വിഷയങ്ങൾ പരിഹരിക്കുന്നവനാ നമ്മുടെ കർത്താവ്. രാത്രി ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, കുറവ് വരുവാൻ ദൈവം സമ്മതിക്കുകയില്ല. ഖാനാവിലെ വീടിന്റെ കുറവ് പരിഹരിച്ച ദൈവം ഇന്ന് രാത്രിയിൽ കുറവുകൾ പരിഹരിക്കുന്നവനാ. ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച കുടുംബത്തിന്റെ കുറവ് അവൻ പരിഹരിക്കും. അവന്റെ പിന്നാലെ നടക്കുന്നവന്റെ ജീവിതത്തിന്റെ കുറവുകളെ ദൈവം പരിഹരിക്കും. ദൈവം ചോദിച്ചു, വല്ല കുറവുണ്ടായോ? നീ ജോലി വിട്ടിറങ്ങിയത് കൊണ്ട്, അതെ, നീ ശമ്പളവും ഇല്ലാതെ ജീവിച്ചത് കൊണ്ട്, സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയത് കൊണ്ട് നിനക്ക് കുറവ് വല്ലതും ഉണ്ടായോ എന്ന് ചോദിക്കുമ്പോൾ, അതെ, ചില സന്ദർഭങ്ങളിലൂടെ കടന്നുപോയി ഇല്ലായ്മ. അവര് വിശന്നിട്ട് കതിർ പറിച്ച് നിന്നിട്ടുണ്ട് കേട്ടോ. ശിഷ്യന്മാരുമായി നടക്കുമ്പോൾ അവര് വിശന്നിട്ട് വയലിലെ കതിർ പറിച്ച് നിന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത്, അങ്ങനെ വിശന്നിട്ടുണ്ടവര്. അവരെ ആഹാരം വാങ്ങിക്കാൻ വേണ്ടി കഥ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇതൊക്കെ ദൈവം ചെയ്തിട്ടുണ്ട്. അതൊക്കെ ജീവിതത്തിന്റെ ഭാഗങ്ങളാ. എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് വല്ല കുറവും ഉണ്ടായോ? രാത്രി ദൈവാത്മാവോട് ചോദിക്കുക. യേശുവിന്റെ ശുശ്രൂഷയുടെ ആ അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ വിടവാങ്ങൽ പ്രസംഗത്തിൽ അവൻ അവന്റെ ശിഷ്യന്മാർ ചോദിക്കുക, ഞാൻ നിങ്ങളെ അയച്ചിട്ട് നിങ്ങൾക്ക് വല്ല കുറവുമുണ്ടായോ? രാത്രി ദൈവമാവ് സുവിശേഷ വേലയിൽ ഇറങ്ങിയിരിക്കുന്ന ദൈവമക്കളോട് ചോദിക്കുക. അത്
വിശ്വാസം വന്ന ദൈവങ്ങളോട് ചോദിക്കുക, നിങ്ങൾക്ക് വല്ല കുറവുമുണ്ടായോ? കുറവുണ്ടായെങ്കിൽ അത് നിന്റെ ഹൃദയത്തിന്റെ വേദന അറിയുന്ന ദൈവം ആ കുറവ് പരിഹരിക്കുവാൻ ഇന്ന് രാത്രി നമ്മളോട് സംസാരിക്കുന്നു. എല്ലാ കരങ്ങളും ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. കർത്താവ് 2025 നമ്മുടെ കുടുംബത്തിനകത്തെ കുറവുകൾ പരിഹരിക്കും, സാമ്പത്തിക കുറവുകൾ പരിഹരിക്കും, തലമുറയില്ലാത്ത കുറവുകൾ പരിഹരിക്കും. ഏതെല്ലാം കുറവുകളാണോ പരിഹരിക്കാനുള്ളത് അതെല്ലാം പരിഹരിക്കുവാൻ യേശു മതിയായവനാണ്. യേശു മതിയായ, ഞാൻ പറഞ്ഞല്ലോ, ആത്മീയം മാത്രമല്ല ഭൗമികവും അവനെ പിൻപറ്റിയാൽ സകലതും നമുക്ക് ലഭിക്കുമെന്ന് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക. ഇന്ന് അതുകൊണ്ടാ ചോദിച്ച് നിങ്ങൾക്ക് വല്ല കുറവുമുണ്ടായെന്ന് ചോദിച്ചപ്പോൾ ഒരൊറ്റ വ്യക്തി പോലും പറഞ്ഞില്ല, കർത്താവേ ഞങ്ങൾക്ക് ഇന്നത് കുറവാണെന്ന് പറഞ്ഞില്ല. അവരുടെ ജീവിതത്തിന്റെ ദൈനംദിന ജീവിതത്തിൽ അവരുടെ കുടുംബത്തിന് ആവശ്യമായതൊക്കെ അറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി ചെയ്ത കർത്താവ് ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ട് നമുക്കും പറയാൻ, കർത്താവേ നീ ഞങ്ങളുടെ കാര്യങ്ങൾ നിർവഹിക്കുന്നുകൊണ്ട്, ഞങ്ങൾ നിന്നെ അനുഗമിക്കുന്നുകൊണ്ട് ഞങ്ങൾക്കും കുറവില്ല. ഞങ്ങളുടെ സകല വിഷയങ്ങളെയും പരിഹരിക്കുവാൻ കഴിവുള്ളവനാ അങ്ങ്. ഞങ്ങൾ അങ്ങയെ പിൻപറ്റുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം വിഷയങ്ങളുണ്ടോ അതങ്ങ് പരിഹരിക്കുവാൻ മതിയായവനാണെന്ന് രാത്രി നാം ഉറക്കെ ദൈവത്തോട് പറയണം. കർത്താവേ നന്ദി കർത്താവേ, ഈ വർഷം വരെയും നിന്നെ ഞങ്ങൾ സേവിച്ചത് മുഖാന്തരമായി നിരവധി വിഷയങ്ങളുണ്ടായിരുന്നു, കുറവുകളുണ്ടായിരുന്നു, ഭാരമുണ്ടായിരുന്നു, വേദന ഉണ്ടായിരുന്നു, ഇല്ലായ്മയുണ്ടായിരുന്നു. എന്നാൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് സന്തോഷത്തോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും, അതെയോ എത്രയോ അതിശയകരമായിട്ടാ ദൈവം നമ്മളെ പുലർത്തിപ്പോരുന്നത്. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ പുലർത്താമെന്ന്, ഞാൻ നിന്നെ വഴി നടത്താമെന്ന്, ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ലെന്ന് യേശുവ സംസാരിച്ചെങ്കിൽ നിശ്ചയമായിട്ട് അങ്ങനെ. ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു, ഒരു കുറവുണ്ടായില്ലെന്ന് പറഞ്ഞു. ഒരു കുറവുണ്ടായില്ല. അല്ല, അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്, ഒരു കുറവുണ്ടായില്ല. കർത്താവ് നൽകുന്ന സമൃദ്ധിയായിട്ട് നൽകും. ആവശ്യങ്ങളെ നിറവേറ്റുവാൻ എൻ്റെ യേശു വലിയവനാ എന്ന് ചോദിച്ചതിന് ഒരു കുറവുണ്ടായില്ല എന്നവർ പറഞ്ഞു. അവൻ അവരോട്, എന്നാൽ ഇപ്പോൾ മടിശീലമുള്ളവൻ അതെടുക്കട്ടെ, അവന് തന്നെ പൊക്കണമുള്ളവനും ഇല്ലാത്തവനോ തന്റെ വസ്ത്രം വിറ്റ് വാൾ കൊള്ളട്ടെ, അവനെ അതർമയുടെ കൈക്കൂട്ടത്തിൽ എണ്ണി എന്ന് എഴുതിയിരിക്കുന്നു, ഇനി എന്നിൽ നിവൃത്തി വരണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് നിവൃത്തി വരുന്നു എന്ന് പറഞ്ഞു. കർത്താവ് ഇവിടെ 2 വാൾ ഉണ്ട് എന്ന് അവർ പറഞ്ഞതിന് മതി എന്ന് അവൻ അവരോട് ഉത്തരം പറഞ്ഞു. കർത്താവ് ചോദിച്ചു, എന്തെങ്കിലും കുറവുണ്ടോ? അവർ പറഞ്ഞു, ഒരു കുറവുമില്ല, എല്ലാം ഉണ്ട്. പറഞ്ഞു, എന്നാൽ വസ്ത്രം വിറ്റും വാൾ വാങ്ങട്ടെ, വാൾ കൊള്ളട്ടെ എന്ന് പറഞ്ഞു. അവനെ അതർമയുടെ കൂട്ടത്തിൽ എണ്ണി എന്ന് എഴുതിയിരിക്കുന്നതിന് ഇനി എന്നിൽ നിവൃത്തി വരണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഇതിലേക്ക് പോകാൻ ആഗ്രഹം. ഇവിടെ ഒരുപാട് പേർക്ക് സംശയമുണ്ട്. ഇപ്പം ഞാനിതെടുത്ത് ഈ ഭാഗം എടുത്ത് വായിച്ചപ്പോൾ തന്നെ സംശയം ഉണ്ടായി, വാളെന്താണെന്നുള്ളത്. കർത്താവരുടെ വസ്ത്രം വിറ്റും വാൾ വാങ്ങാൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ചില പറയുക ബൈബിൾ വാങ്ങിക്കണമെന്നുള്ളത്. വസ്ത്രം വിറ്റും ബൈബിൾ, അങ്ങനെയല്ല എൻ്റെ അർത്ഥം. അങ്ങനെ കർത്താവ് പറഞ്ഞില്ല. വസ്ത്രം വിറ്റ് ബൈബിൾ വാങ്ങിക്കണമെന്നല്ല പറഞ്ഞത്. കർത്താവ് പറഞ്ഞു, ഇപ്പോഴൊക്കെ എടുത്തോ, മടിച്ചു എടുത്തോ പോകാൻ. ഈ വചനത്തെ ഒരു ഭാഗം മാത്രമേ ചിലർ വായിക്കുള്ളൂ, മുഴുവൻ വായിക്കത്തില്ല. കർത്താവരെ പറഞ്ഞു വിട്ടു, നിങ്ങൾ മടിച്ചിലേയും പൊക്കണമെന്നും വേണ്ട, പൊക്കോളാൻ പറഞ്ഞു. യേശു അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ചെയ്യുന്നവരായിരുന്നു. ചിലര് ആ വചനമെടുത്ത് ഇപ്പോഴും ജീവിക്കുന്നവരുണ്ട്, ചെരുപ്പില്ലാതെ കിടക്കുന്നവരുണ്ട്. പൊക്കണവും പരിശീലനം പൊക്കണവും ചെരുപ്പും കൂടെ അയച്ചുള്ളൂ. ഇപ്പോഴും ചെരുപ്പിടാതെ ചിലരൊക്കെ നടക്കുന്നുണ്ട്. കർത്താവിനെ അയച്ചത് ആ രീതിയിലാണ് പറഞ്ഞത്. സമയത്തിന്റെ മാറ്റം അനുസരിച്ച് നമ്മൾ മാറണം. കർത്താവ് പിന്നെ പറഞ്ഞു, എല്ലായിടത്തോളം പറഞ്ഞു. അതുകൊണ്ട് തന്നെ പൊക്കണമുള്ളവനോ ഇല്ലാത്തവനോ തൻ്റെ വസ്ത്രം പറഞ്ഞു ചെരുപ്പിട്ടോണം, നീ 2 വസ്ത്രം കൊണ്ടുപോകണം, അല്ലാതെ ഒരു വസ്ത്രം കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ഒറ്റ വസ്ത്രം കൊണ്ട് പോകരുതെന്ന് കർത്താവ് പറഞ്ഞു. അന്ന് അവിടെ ആവശ്യമുള്ള കർത്താവ് പറഞ്ഞു, അത് മതി, ഓരോന്നെടുത്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ദൈവത്തിനകത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം പറയുന്ന കാര്യങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാത്തതുകൊണ്ട് ചില കാര്യങ്ങളെ ചിലർ പിടിച്ചുകൊണ്ട് വലിയ ആയിട്ടിരിക്കുന്നത്. അങ്ങനെ എടുക്കാൻ പാടില്ല. വചനത്തിനകത്ത് ബാലൻസ്ഡ് ആണ്. അത് ദൈവം പറഞ്ഞ ഒരു സമയത്തേക്ക് പറഞ്ഞിരിക്കുന്ന സമയമുണ്ട്. കർത്താവ് പറഞ്ഞു, മടിച്ചിലോളം എടുത്തോണം, പൊക്കോളം എടുത്തോണം, ഞാൻ നിങ്ങളെ അയച്ചു, ഇനിയിപ്പോൾ ഞാൻ നിങ്ങളോട് കൂടിയില്ല, നിങ്ങൾക്ക് ഉള്ളത് നിങ്ങൾ എടുത്തോണം എന്ന് പറഞ്ഞാൽ പേഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം, സാമ്പത്തികം ഉണ്ട് കൊണ്ടുപോകണം. കർത്താവിനെ ഇല്ലാതെ അയച്ചു. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തെ പരീക്ഷിക്കാൻ പാടില്ല. കയ്യിൽ പൈസ ഉണ്ടായിട്ട് സുവിശേഷ വേലയ്ക്ക് പോകാന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിക്കൂലില്ലാതെ നടന്ന് ഫ്രീ ആയിട്ട് കൊണ്ടുപോകുന്നൊന്നും ആരും വിചാരിക്കരുത്. അതിനർത്ഥം മുടക്കണമെന്ന് മുടക്കണം, ചെലവാക്കണം. ഇല്ലെങ്കിൽ ദൈവം വഴുതാൻ പോകും. ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. കർത്താവ് നിങ്ങളെല്ലാം എന്തോളം പറഞ്ഞു. വസ്ത്രം വിറ്റും വാൾ കൊള്ളാൻ പറഞ്ഞതിന്റെ അർത്ഥം
അവർ പറഞ്ഞു ഞങ്ങളുടെ ഈ 2 വാളുണ്ടെന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചാൽ ഈ ശിഷ്യന്മാര് അവര് അവിടെ ജീവിച്ചു വന്ന സാഹചര്യത്തോടുള്ള ബന്ധത്തിൽ, യഹൂദന്മാരുടെ ബന്ധത്തിൽ അവരെപ്പോഴും ഫൈറ്റിംഗ് നേച്ചർ, അവരെപ്പോഴും യുദ്ധത്തിന് മുമ്പിൽ നിൽക്കുന്ന, യുദ്ധം ചെയ്യുന്നവർ, എല്ലാവർക്കും ജീവിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഇന്നും അറിയാം, ഇസ്രായേലിനെ സംബന്ധിച്ചോളം അവന് യുദ്ധം ചെയ്തില്ലെങ്കിൽ അവന് നിലനിൽപ്പില്ല. അവൻ യുദ്ധത്തിലൂടെ നിലനിന്ന് പോകുന്നവരാണ്. അവർ സ്ഥാപിതമായ ആ നാളുകൾ മുതൽ അവർക്ക് എപ്പോഴും യുദ്ധമുണ്ട്. യുദ്ധമില്ലെങ്കിൽ, അവർ യുദ്ധം ചെയ്തില്ലെങ്കിൽ അവർ നിലനിൽക്കത്തില്ല, അവരെ ഇല്ലാതാക്കി കളയും. അതുകൊണ്ട് അവരെപ്പോഴും അതിനുള്ള ഒരുക്കമുള്ളവരാണ്. ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്രിസ്തുവിനോട് കൂടെ യേശു അവരെ വാളുകൊണ്ട് നടത്തുന്നവരല്ലായിരുന്നു. എന്നാൽ അവരുടെ കൈവശം എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടി കർത്താവ് അവിടെ അവരോട് പറയുക ചെയ്തത്, വസ്ത്രം വിറ്റും വാൾ വാങ്ങട്ടെന്ന് പറഞ്ഞു. അവനെ അത് എന്ന് പറഞ്ഞ അവർ പറഞ്ഞു ഇവിടെ 2 വാളുണ്ടെന്ന് പറഞ്ഞു. കർത്താവ് മതി എന്നും പറഞ്ഞു. അപ്പൊ ഈ 2 വാളുമായിട്ട് അവരുടെ കൈവശം കൊണ്ടുവന്നു. കർത്താവ് മതി എന്നും പറഞ്ഞു. അത് മതി എന്ന് പറഞ്ഞു. കാരണം ഇവര് ഇതുമായിട്ട് ഈ പത്രോസ് യേശു പറഞ്ഞനുസരിച്ച് ഈ വാളുമായിട്ടാണ് പിന്നീട് വന്നത്. നമുക്കറിയാം, യേശുവിനെ പിടിക്കുന്ന സമയത്ത് പത്രോസ് തന്റെ വാൾ ഉറയിൽ നിന്ന് ഊരി മഹാപുരോഹിതൻ ദാസന്റെ കാത് വെട്ടിയെന്നാണ് പറഞ്ഞത്. വെട്ടി. നമ്മൾ വിചാരിക്കും, മറ്റുള്ളവർ പഠിപ്പിക്കും, അങ്ങനെ പറയും, യേശു മരിക്കുന്ന സമയത്ത് ശുശ്രൂഷ ചെയ്ത് പോകുന്നതിന് മുമ്പായി ശിഷ്യന്മാരെ വാളെടുത്ത് അവരെ അക്രമത്തിന് പ്രേരിപ്പിച്ചിട്ട യേശു പോയെന്ന് ചിലർ പറയാറുണ്ട്. യേശു അതല്ല ചെയ്തത്. അവരുടെ കൂടെ വന്ന ശിഷ്യന്മാരായിരുന്നെങ്കിലും അവരുടെ ഹൃദയത്തിലുള്ളത് എന്താണെന്ന് യേശു അറിയാം. അതുകൊണ്ട് ഇവർ ഏത് കാര്യത്തിനും മുമ്പിൽ നിൽക്കുന്നവരാ, യുദ്ധം ചെയ്യുന്നവരാ. പത്രോസിനെ നമുക്ക് കാണാൻ സാധിക്കും, കർത്താവ് പറഞ്ഞില്ല 2 മതിയെന്ന് പറഞ്ഞപ്പോ 2 ഉണ്ടെന്ന് വെളിപ്പെടുത്തി. ഈ പത്രോസ് ഇതുമായിട്ട് വന്നു വെട്ടിയപ്പോൾ അന്ന് കർത്താവ് പറഞ്ഞു, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും, വാൾ ഉറയിലിടുക എന്ന് പറഞ്ഞുകൊണ്ട് യേശു തൻ്റെ അപ്പോസ്തലന്മാരായിരിക്കുന്ന മുൻപിൽ നിൽക്കുന്നവരുടെ ഇത് കൊണ്ടുവന്ന് അന്ന് ഉറയിലിടിയിപ്പിച്ചതാ. ഇന്ന് വരെയും ദൈവമക്കളുടെ ഒരു വിശ്വാസ ജീവിതത്തിലും നാം ആരും വാളെടുക്കാനുള്ളവരല്ല. അന്ന് കർത്താവ് പറഞ്ഞു, എല്ലാവരുടെയും കേൾക്കെ കർത്താവ് പത്രോസ് പറഞ്ഞു, പത്രോസേ വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും. നീ വാളെടുക്കാനുള്ളവനല്ല, നീ ഇരുവായിട്ടുള്ള വാളെടുക്കാനുള്ളവനാണ്. എന്നാൽ നിന്റെ കയ്യിലുണ്ടായിരുന്ന ആ വാൾ നീ ഇവിടെ കൊണ്ടുവന്നു. അന്ന് യേശു വാൾ ഉറയിലിടിയിപ്പിച്ചതാ കേട്ടോ. അതുകൊണ്ട് ദൈവമക്കൾക്ക്, ദൈവസഭകൾക്ക് സത്യം പറയുന്ന സുവിശേഷ ദൈവമക്കൾക്കൊരിക്കലും ഈ ലോകത്തിന്റെ വാളോ ആയുധമോ ആവശ്യമില്ല. ദൈവം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത് ഇരുവായിട്ടുള്ള വാളാണ്. അതുകൊണ്ടാണ് കർത്താവ് അങ്ങനെ കൊണ്ടുവന്ന് അവരെ കൊണ്ടുവന്നത്. അത് അവിടെ വാള് ഉറയിലിടിപ്പിച്ചു. അതിനുശേഷം തൻ്റെ ഭക്തന്മാരാരും തന്നെ ആ വാള് എടുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം എടുത്തിട്ടില്ല. എത്രയോ പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും സഭയെ കടന്നുപോയപ്പോഴും അവരാരും തന്നെ വാളെടുത്തില്ല. കാരണം അവിടെ ആത്മനാഥനും ഗുരുവുമായിരിക്കുന്ന യേശു പറഞ്ഞു, വാൾ ഉറയിലിടാൻ പറഞ്ഞു. ദൈവസഭയെ, ശിഷ്യന്മാരെ ആയിരിക്കുന്ന അപ്പോസ്തലന്മാരായിരിക്കുന്ന യേശു അടക്കുന്നവരുടെ കൈവശമുണ്ടായിരുന്ന വാള് അത് ഉപയോഗിക്കാത്ത വിധത്തിൽ യേശു അന്ന് അത് മടക്കിച്ചതാ, ഉറയിലിടിയിപ്പിച്ചതാ. അതെടുക്കുന്ന കാര്യമല്ല പുതിയ നിയമസഭയ്ക്കുള്ളത്. എന്നാൽ എന്താണ് ദൈവമക്കളുടെ കൈവശം തന്നിരിക്കുന്നതെന്നുള്ളത് ഇവിടെ 150 സങ്കീർത്തനം വായിക്കുമ്പോൾ സങ്കീർത്തനം വഴി അവസാനിപ്പിച്ചിരിക്കുന്ന ആ സങ്കീർത്തനത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേക്കുറിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, സങ്കീർത്തനങ്ങളുടെ അവസാനത്തേക്ക് വരുമ്പോൾ അവിടെ കയ്യിൽ ഇരുവായിട്ടുള്ള വാളും ഇരിക്കട്ടെ എന്ന് ഉണ്ട്. 149 സങ്കീർത്തനം 6 വാക്യം, അവരുടെ വായിൽ ദൈവത്തിന്റെ പുകഴ്ചകളും അവരുടെ കയ്യിൽ ഇരുവായത്തിലുള്ള വാളും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ യുദ്ധവീരന്മാരായിരിക്കുന്ന യഹൂദന്മാരെ ആ വാള്, യഹൂദന്മാര് തെരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യഗണത്തിലെ അവരുടെ കൊണ്ടു നടന്നിരുന്ന വാളിനെ ദൈവം ഉറയിടിപ്പിച്ചിട്ട് 149 സങ്കീർത്തനത്തിൽ പറഞ്ഞതുപോലെ യഹോവയ്ക്ക് പുതിയൊരു പാട്ട് പാടും, ഭക്തന്മാരുടെ സഭയിൽ അവന്റെ സ്തുതിയും പാടും എന്ന് പറഞ്ഞ് ഇസ്രായേൽ തന്നെ ഉണ്ടാക്കിയവനിൽ സന്തോഷിക്കട്ടെ, സിയോന്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ എന്ന് പറഞ്ഞ് പറയുകയാണ്.
അവരുടെ വായിൽ ദൈവത്തിന്റെ പുകഴ്ചകളും അവരുടെ കയ്യിൽ ഇരുവായത്തുള്ള വാളും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ജാതികൾക്ക് പ്രതികാരവും വംശങ്ങൾക്ക് ശിക്ഷയും നടത്തേണ്ടതിന്. അപ്പോൾ ജാതികൾക്ക് പ്രതികാരവും വംശങ്ങൾക്ക് ശിക്ഷയും നടത്തേണ്ടത് ഭൗമികമായിരിക്കുന്ന ആയുധമായിരിക്കുന്ന വാളുകൊണ്ടല്ല. ദൈവം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ഇരുവായത്തുള്ള വാളുണ്ട്. അത് ദൈവത്തിന്റെ വചനമാ. ദൈവത്തിന്റെ വചനം ഇരുവായത്തുള്ള വാള് രക്ഷയുടെ സന്ദേശമാ. ആ സന്ദേശം ജാതികൾക്ക് വംശങ്ങൾക്ക് അത് സംസാരിക്കുമ്പോൾ അതിനോട് മറുതലിച്ചാൽ മാനസാന്തരത്തിന്റെ സന്ദേശമാകുന്ന ഇരുവായത്തുള്ള വാളാകുന്ന യേശുവിന്റെ സുവിശേഷം നിരാകരിച്ചാൽ ദൈവം പ്രതികാരം ചെയ്യുന്ന ഒരു ദിവസമുണ്ട്, ശിക്ഷിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ഇന്ന് ഭൗമികമായിരിക്കുന്ന അന്ന് സുവിശേഷത്തിന്റെ യേശുക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന് വേണ്ടി തന്റെ ശിഷ്യഗണത്തെ കർത്താവ് ഒരുക്കിയെടുത്തപ്പോൾ ഈ ഭൗമികമായിരിക്കുന്ന ആയുധങ്ങളെല്ലാം ഉറയിലിടിപ്പിച്ചു. എന്നാൽ അവിടെ കൈവശം കർത്താവ് എന്തുവാൻ കൊടുത്തത്? ഇരുവായത്തുള്ള വാളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളെ കയ്യിൽ തന്നിരിക്കുന്ന വാള് അത് ശ്രേഷ്ഠമായ അതാണ്. ഇരുവായത്തുള്ള വാള തന്നിരിക്കുന്നത് അത് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നതാ, അവന്റെ ഹൃദയത്തിനകത്തേക്ക് ചെല്ലുന്നതാ. ദൈവത്തിന്റെ പുകഴ്ചയോടുകൂടി ദൈവവചനം ശക്തിയോടെ ഘോഷിക്കുമ്പോൾ ആ വചനം മുഖാന്തരമായി ചിലർക്കത് രക്ഷയായി തീരുമ്പോൾ ചിലർക്കത് പ്രതികാരവും ശിക്ഷയുമായി മാറാറുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ആരെങ്കിലും കേട്ടിട്ട് ദൈവത്തോട് മറുതലിച്ചാ നിൽക്കുന്നെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അത് പ്രതികാരമായി ശിക്ഷയായി തീരും. യേശുവിന്റെ വചനം ജീവന്റെ വചനം അവൻ തകർക്കപ്പെട്ടത് അവൻ മുഖാന്തരമുള്ള രക്ഷയുടെ സന്ദേശം ഒരിക്കലും നമുക്ക് പ്രതികാരത്തിന് കാരണമാറ്റരുത്. ദൈവം പ്രതികാരം ചെയ്യുവാൻ, ദൈവം നമ്മളെ ശിക്ഷിപ്പാൻ ഇടയാകാതെ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം പ്രതികാരം ചെയ്യാതിരിക്കുന്നത് ഇരുവായത്തുള്ള വാളാകുന്ന ദൈവജനം മുഖാന്തരമാണ്. ആ മനുഷ്യന്റെ ഹൃദയത്തിൽ മാനസാന്തരം വരുത്തി അവനെ രൂപാന്തരപ്പെടുത്തിയെടുക്കുന്ന ദൈവത്തിന്റെ വചനം ഇരുവായത്തുള്ള വാളാണ്. അതാണ് ദൈവസഭയ്ക്ക് തന്നിരിക്കുന്നത്. അതാണ് എടുക്കേണ്ടതെന്നുള്ളത് 149 സങ്കീർത്തനത്തെ കർത്താവ് വ്യക്തമാക്കി അവിടെ വെളിപ്പെടുത്തി കൊടുത്തു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, അതല്ലാതെ കർത്താവ് ഒരിക്കലും അവരെ ഒരു അക്രമത്തിന് വേണ്ടി ഒരു കലാപത്തിന് വേണ്ടി അവരെ പ്രേരണ കൊടുക്കുകയല്ല ചെയ്തത്. അവരുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട്, മനുഷ്യനായിരിക്കുന്ന എൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കുന്ന എന്താണെന്ന് കർത്താവിനെ അറിയാവുന്നതുകൊണ്ട് കർത്താവ് പരസ്യമായി വെളിപ്പെടുത്തി ആയുധങ്ങളെ, ശിഷ്യന്മാരുടെ ആയുധങ്ങളെ അത് ഉറയിലിടിപ്പിച്ച ശേഷമാണ് പൈശാചിനായിരിക്കുന്ന സാത്താന്റെ ആയുധങ്ങളെ യേശു കാൽവറിയിൽ ആയുധവർക്കം വെപ്പിച്ച് താഴെ വെപ്പിച്ച് അവന്റെ മേൽ ജയം കൊണ്ടാടിയത്. ഇസ്രായേൽ അന്ന് വരെ വാളും ആയി യുദ്ധത്തിന് പോകുന്നവരായിരുന്നെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇരുവാറ്റുള്ള വാളേന്തുന്ന ഒരു ദൈവത്തിന്റെ സൈന്യത്തെ ഇവിടെ രൂപപ്പെടുത്തി എടുത്തിട്ടാണ് യേശു കർത്താവ് ഇവിടെ അവരെ എന്ത് ചെയ്തു? അവിടെ ആയുധങ്ങളെല്ലാം താഴെ വെപ്പിച്ചിട്ട് യേശു തന്റെ ആയുധം അവിടെ ആയുധവർക്കമെല്ലാം എന്ത് ചെയ്തു? സാത്താന്റെ സകല ആയുധവർക്കത്തെയും ക്രൂശിൽ അവൻ പരാജയപ്പെടുത്തിയത് കാൽവറിയുടെ ചുവട്ടിൽ അടിയുറപ്പിപ്പാൻ ഇടയാറ്റുന്നു. എന്തായിരുന്നു സാത്താന്റെ ആയുധങ്ങൾ? അവൻ നിന്ദിച്ചു, പരിഹസിച്ചു, അവന്റെ സകല ആയുധം ഉപദ്രവിച്ചു. അങ്ങനെ സകലതും യേശുവിന് എതിരായിട്ട് പ്രവർത്തിച്ചപ്പോൾ അത് മുഴുവൻ ഒന്നൊന്നായി അത് പരാജയമായി അവൻ ഉപയോഗിച്ച ഒരായുധവും യേശുവിന്റെ മേൽ ജയിപ്പാൻ കഴിഞ്ഞില്ല. അവനെ ഉപദ്രവിച്ചു നോക്കി, നിന്ദിച്ചു നോക്കി, മുഖത്ത് തുപ്പി, അവനെ അടിച്ചു, പരിഹസിച്ചു, നിന്ദിച്ചു, അവന്റെ വിലാപ്പുറത്ത് അടിച്ചു, വേണ്ട യേശുവിന് മുഖത്തെ രോമം പിഴുതെടുത്തു. അങ്ങനെ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്തപ്പോൾ, സാത്താന് ചെയ്യാനുള്ള അവന്റെ സകല ആയുധങ്ങളും ഉപയോഗിച്ചപ്പോൾ ഒന്നിൽ പോലും എന്റെ അടിമനാഥൻ പരാജയപ്പെട്ടില്ല. അത് മുഴുവൻ കാൽവറിയിൽ തോൽപ്പിച്ചെങ്കിൽ ആ ക്രിസ്തുവിന്റെ പാത പിൻപറ്റുന്ന ഞാനും നിങ്ങളും ഈ ദിവസങ്ങളിൽ അവനെ പോലെ ആയിത്തീരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവതാണ് അവിടെ പറഞ്ഞു വന്നപ്പോൾ ഈ വിഷയം കയറിപ്പോയത് കൊണ്ടാണ് പറഞ്ഞതല്ലേ. പിന്നെ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നിനക്ക് അതിന്റെ സംശയം ഉണ്ടാകും, നാളെ പിന്നെ ചോദ്യം ഉണ്ടാകും, എന്താണ് ചോദിക്കുക. അതുകൊണ്ട് പല പ്രാവശ്യം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും പലരും ചോദിക്കും. കാരണം എത്ര പഠിച്ചാലും കേട്ടാലും വീണ്ടും വീണ്ടും ചോദിക്കുന്നവരാ. കാരണം അത് ശരിയായ രീതി മനസ്സിലാകാത്തതുകൊണ്ടാണ് പിന്നെയും സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇന്ന് കേട്ടിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് പിന്നെ ചോദിച്ചാലും പിന്നെ സംശയം ചോദിക്കും. കാരണം എന്താണെന്നറിയാമോ? ഇത് ഉള്ളോട്ട് വീഴാത്തത് കൊണ്ട്. ശരിയായ രീതി വചനം വീണ് കഴിഞ്ഞാൽ പിന്നെ ഒറ്റ പ്രാവശ്യം കേട്ടാൽ മതി, പിന്നെ വചനത്തിൽ അതിൻ്റെ അത് സംശയമൊന്നും വരത്തില്ല. പക്ഷെ ഇത് ശരിയായ രീതി കേൾക്കുന്നില്ല, ഇങ്ങനെ മനസ്സിലാകുന്നില്ലെങ്കിൽ നാളെയും ഇത് ചോദിച്ചിട്ട് ആരെങ്കിലും ചോദിച്ചാൽ പറയും ഞങ്ങൾക്കത് അറിയത്തില്ല, പറയും സംശയമാണെന്ന് പറയും. അങ്ങനെ ആകരുത്. ദിവസങ്ങളിൽ കലം കമഴ്ത്തി വെച്ചല്ല വെള്ളം ഒഴിക്കേണ്ടത്, നേരെ ഇരിക്കണം. നേരെയായി കഴിഞ്ഞ് ദൈവസന്നിധി നമ്മൾ നേരെയായി വചനത്തിന് വേണ്ടി അടുത്ത് വന്നാൽ കർത്താവ് പറയുന്ന കാര്യങ്ങൾ ഗ്രഹിപ്പാൻ കഴിയും. കർത്താവിന്റെ സന്നിധിയിൽ
കർത്താവ് ആവർത്തിച്ചാവർത്തി ചോദ്യം അവരോട് ചോദിക്കാൻ ദൈവം സമ്മതിച്ചില്ല. പലപ്പോഴും ദൈവത്തിന്റെ പഠനത്തിലൊക്കെ പലരും ചിലർ ആവർത്തിച്ചാവർത്തി പല ചോദ്യങ്ങൾ ചോദിക്കും. അതിന്റെ അർത്ഥം അവർ അതിന് ഇൻട്രസ്റ്റ് എടുക്കുന്നില്ലാത്തതുകൊണ്ടാണ്, അത് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അത് പിന്നെയും ആവർത്തിച്ച് കഴിഞ്ഞതിന്റെ അർത്ഥം അവര് ഇതൊക്കെ കേട്ടിട്ട് പോകുന്നവരാ. ഈ പേപ്പറിലെല്ലാം എഴുതി വെക്കും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ പ്രയോജനപ്പെടുത്തില്ല. അങ്ങനെ ആയിത്തീരാൻ ഇടയാകരുത്. വചനം കേട്ടിട്ട് നമ്മുടെ ഹൃദയത്തിലോട്ട് വീഴണം, അത് നമ്മുടെ ഉള്ളിലായിരിക്കണം. എങ്കിൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. അല്ലെങ്കിൽ നാളെയും സംശയമായിരിക്കും. ഞാൻ വിചാരിക്കുന്നു ആ സംശയം തീർന്നെന്നുള്ളത്. ഇനി സംശയം ഉണ്ടെങ്കിൽ മറ്റുള്ള ദിവസങ്ങളിൽ അതേക്കുറിച്ച് പഠിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ഇവിടെ പിതാവിനെ ഞങ്ങൾ കാണിച്ചു തന്നാൽ മതി എന്ന് എല്ലാവരെയും റെപ്രസെന്റ് ചെയ്തിട്ട് ഫിലിപ്പോസ് പറയുക, കർത്താവെ നിന്നോടുകൂടെ. അപ്പൊ ഞാൻ പറഞ്ഞത് അവർക്ക് കുറവില്ലായിരുന്നു എന്നുള്ളത് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ആ ഭാഗം എടുത്ത് വായിപ്പിച്ചത്. എന്നിട്ട് അവരോട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം നമ്മളും റിസർവേഷൻ ചെയ്യേണ്ടത് റിസർവ് ചെയ്തോണം, പോകേണ്ട സമയത്ത് പൊയ്ക്കോണം, പൈസ ഇല്ലെങ്കിൽ പൈസ ഉണ്ടാക്കിക്കോണം. ഇതൊക്കെ ആവശ്യമാകട്ടോ. അതല്ലാതെ ഞങ്ങൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോവുക, കർത്താവ് എല്ലാം കരുതിക്കോട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുമൊന്നും ചെയ്യരുത്. കർത്താവ് ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യണം. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, കഥാതാവർ പറഞ്ഞത് നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ചെയ്യാൻ പറഞ്ഞ അവസാനം ആയുധമൊന്നും കൊണ്ടുപോകരുതെന്ന് പറഞ്ഞു. അതെല്ലാം വെക്കാൻ പറഞ്ഞു. ആദ്യം അവര് ശിഷ്യന്മാരുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാം ദൈവം അടിയറ വെപ്പിച്ചു. അവർ പിന്നെ എടുത്തിട്ടില്ല കേട്ടോ, കാര്യം എടുത്തില്ല. എന്നാൽ സാത്താൻ അടിയറ വെച്ചെങ്കിലും അവനെന്നും അവന്റെ ആൾക്കാർ യേശു അതിന്റെ ജയോത്സവം കൊണ്ടാടി അടിയറ വെപ്പിച്ചു. ഇന്നും അവൻ ആ തന്ത്രങ്ങളും അവന്റെ കാര്യങ്ങളൊക്കെ അവൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ജയിക്കത്തില്ല. കാരണം യേശു ഒരിക്കൽ പരാജയപ്പെടുത്തുകയാണെങ്കിൽ പരാജയപ്പെട്ടതാ. അന്ന് വരെയും ഉള്ള സകല സാത്താനിക മേൽക്കോയ്മകളെയും അവന്റെ സകല തന്ത്രങ്ങളെയും സകല ശക്തികളെയും സകല അവന്റെ ആയുധങ്ങളെയും ആയുധവർക്കം യേശു കാൽവറിയിൽ അവൻ തോൽപ്പിച്ചു, കീഴ്പ്പിച്ച് പരസ്യമായി അവിടെ മേൽ ജയോത്സവം കൊണ്ടാടി. സ്നേഹത്തിന്റെ കൊടിയായി യേശു ഉയർത്തപ്പെട്ടു. വിദ്വേഷത്തിന്റെയും പ്രതികാരത്തിന്റെയും നിന്ദയുടെയും പരിഹാസത്തിന്റെയും ഒക്കെ ആയുധങ്ങൾ ഒന്നൊന്നായി സാത്താന്റെ കലവറയിൽ നിന്ന് അവൻ വിദ്വേഷത്തിൻ്റെതായ അമ്പുകൾ എഴുതപ്പോൾ അതൊന്നും യേശു പരാജയപ്പെട്ടു പോയില്ല. അതെല്ലാം യേശുവിന്റെ അടുക്കൽ ഒന്നൊന്നായി അവന്റെ കാഴ്ചവട്ടിൽ പരാജയം സമ്മതിച്ചു. യേശു പരസ്യമായി അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ഇന്നും ലോകത്തിന്റെ നെറുകയിൽ യേശുവിന്റെ ജയത്തിന്റെ കൊടി ഉയർത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് കർത്താവേ ഭൗമികമായ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്, നിന്റെ വചനം ഞങ്ങൾ കേട്ടിട്ട് ഞങ്ങൾക്ക് സന്തോഷമുണ്ടായിട്ടുണ്ട്, നിത്യജീവനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ വ്യക്തമായിട്ടുള്ളത് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. എന്നാൽ യേശു പറയേണ്ടതൊക്കെ പറഞ്ഞു കൊടുത്തു. കർത്താവ് അത് പറഞ്ഞല്ലോ. കർത്താവിനെ പഠിപ്പിച്ച ശേഷമായിട്ട് പിന്നീട് നമ്മൾ വായിച്ചിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ മറന്നുപോകും. നമ്മൾ പലതും അത് മനസ്സിലാകാതെ പോകും. പക്ഷേ ഇവിടെ കർത്താവ് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ നൽകുമ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങളെ ഓർപ്പിക്കും. അപ്പൊ അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് എനിക്കറിയാം. ഈ ചോദ്യങ്ങളൊക്കെ ആവർത്തിച്ച് ചോദിക്കുന്നത് എനിക്കറിയാത്താന്നുള്ളത് അറിയാം. പക്ഷെ ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം നൽകേണ്ട സമയത്ത് നൽകുവാനും ഓർപ്പിക്കുവാനും ഒക്കെ ഞാൻ പോയ ശേഷം നിങ്ങൾ ഭാരപ്പെടാതെ തുറന്നു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഫിലിപ്പോസൊക്കെ ചോദിച്ചപ്പോൾ യേശു അറിയാം ഇവർക്ക് ഈ സംശയം മാറത്തില്ല, ഇവർക്ക് എപ്പോഴും സംശയം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്നാൽ കഥാ പറഞ്ഞതിന് ശേഷമായി ഓർപ്പിച്ചുണർത്തുന്ന ഒരു പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകുമെന്ന്. ഇന്ന് ഈ രാത്രിയിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ യേശു പറഞ്ഞതെല്ലാം മനസ്സിലാക്കി തരും, ഉപദേശിച്ച് വെളിപ്പെടുത്തി തരും, നമുക്കത് മനസ്സിലാക്കി തരും. ഓർമ്മപ്പെടുത്തുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. നമ്മളെ ഓർപ്പിക്കും. പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കും. ഞാൻ അതിലേക്ക് വരും. ഇവിടെ കഥാവിന് മനസ്സിലായി, ഈ ശിഷ്യഗണങ്ങൾക്ക് കഥാവ് പോകുന്നതിന് മുമ്പായ ചോദ്യങ്ങളുണ്ട്. അവിടെ പറഞ്ഞു, അവരുടെ ആഗ്രഹങ്ങളെ അവർ പറയുകയാണ്, ഞങ്ങൾക്ക് പിതാവിനെ കണ്ടാൽ മതി, ഞങ്ങൾക്ക് ബാക്കിയുള്ളതെല്ലാം ഉണ്ട് കർത്താവ്, നിങ്ങൾ തൃപ്തരാണ്. ഇത് രാത്രിയിൽ എത്ര പേർക്ക് സമർപ്പിക്കാൻ കഴിയും? നമ്മുടെ ജീവിതത്തിൽ നിരവധി വിഷയങ്ങൾ നമുക്ക് ആവശ്യങ്ങളായിട്ടുണ്ട്. അതെല്ലാം തൃപ്തിയുള്ളവരായിരിക്കണം. ഇവിടെ എല്ലാം വിഷയം പരിഹരിക്കപ്പെട്ടിട്ടാണോ? അല്ല. ഇത് പറഞ്ഞ് ഞങ്ങൾക്ക് മതി കർത്താവ്, നിങ്ങൾ തൃപ്തിയാണ്, നിങ്ങൾ തൃപ്തിയുള്ളവരാണ്. നിന്നോട് കൂടെ വന്നതുകൊണ്ട്, നിന്റെ ശബ്ദം കേൾക്കുന്നത് കൊണ്ട്, അങ്ങനെ ആരാധിക്കുന്നതുകൊണ്ട്, നിങ്ങൾക്ക് സത്യമാർഗം കാണിച്ചു തന്നതുകൊണ്ട്, ഈ പാരമ്പര്യങ്ങളെല്ലാം വിടിവിച്ച് ലോകത്തിന്റെ ഈ ജീവിതത്തിൽ ഞങ്ങളെ മാറ്റി 3 വർഷം നടത്തിയതുകൊണ്ട് ഞങ്ങൾക്ക് കുറവൊന്നുമില്ല. ഞങ്ങൾ തൃപ്തരാണ്. എത്ര പേർക്കെന്ന് ക്രിസ്ത്യ ജീവിതത്തിന്റെ തൃപ്തിയെക്കുറിച്ച് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും? ഫിലിപ്പോസ് പറഞ്ഞതുപോലെ, യേശു ശിഷ്യന്മാർ പറഞ്ഞതുപോലെ, നിങ്ങൾക്ക് വല്ല കുറവുമുണ്ടായോ എന്ന് ചോദിച്ചപ്പോൾ ഒരു കുറവുമില്ല എന്ന് പറയത്തക്കവണ്ണം
ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ സകല കുറവുകളെ തീർക്കട്ടെ. എന്നാൽ യൂത ഉണ്ടായിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും അവൻ പറഞ്ഞേനെ, എൻ്റെ ആ പെട്ടിക്കകത്ത് പൈസ കുറവാണ് പറഞ്ഞേനെ. അതുകൊണ്ടാണ് അവൻ പോയ ശേഷം സംസാരിച്ചത്. അവന് തൃപ്തിയില്ലായിരുന്നു. എന്നാൽ യേശുവിൻ്റെ 11 ശിഷ്യന്മാർ തൃപ്തിയുള്ളവരായിരുന്നു. അവർക്ക് മതി, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവരായിരുന്നു. രാത്രിയിലും നമുക്ക് ദൈവത്തോട് പറയാൻ, കർത്താവേ, നീ തന്നിരിക്കുന്നത് മതി, ഞങ്ങൾക്ക് അങ്ങയെ കാണണം, എൻ്റെ യേശുവിനെ കാണേണ്ട പോലെ കാണണം പറഞ്ഞു. ജഡത്തിൽ വന്ന ക്രിസ്തുവിനെ കണ്ടതുകൊണ്ട് അവർ പറഞ്ഞു, ഫിലിപ്പോസ് പറയുക, ഞങ്ങൾക്ക് നിന്റെ പിതാവിനെ കാണണം, നീ വെളിപ്പെടുത്തിയിരിക്കുന്ന പിതാവിനെ ഞങ്ങൾക്കൊന്ന് കാണണം, അത് ഞാൻ കാണിച്ചു തരാമോ എന്ന് ഫിലിപ്പോസ് ചോദിക്കുക. അവന് യോസഫിനെ അറിയാമായിരുന്നു, അവന് മറിയെ അറിയാമായിരുന്നു, യേശു സഹോദരന്മാരെ അറിയാമായിരുന്നു. പക്ഷെ എന്നാൽ ഫിലിപ്പോസിനും യേശു ശിഷ്യന്മാർക്കും അറിയാമായിരുന്നു, ഇവൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല, ഇവൻ ദൈവമാണ്, ഇവനൊരു പിതാവുണ്ട്, ആ പിതാവിനെ കാണിച്ചു തരണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. രാത്രിയിൽ ജഡപരമായിട്ടുള്ള ബന്ധത്തിൽ യേശുവിനെ അറിയുന്ന ഒരാട്ടല്ല, അതിനപ്പുറമായിട്ട് യേശുവിനെ ആത്മീയമായി അവൻ്റെ പിതാവ് ആരാകുന്നു എന്നുള്ള അറിവിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തട്ടെ. നമുക്ക് ഈ ദിവസം പറയാൻ, കർത്താവേ, ഞങ്ങൾ തൃപ്തിയുള്ളവരാണ്, അങ്ങേ പിൻപറ്റിയ ദിവസം മുതൽ ഇന്ന് വരെയും ഞങ്ങൾക്ക് ദോഷമായിട്ടൊന്നും ചെയ്തിട്ടില്ല. നിരവധി കണ്ണുനീരുകൾ, ഭാരങ്ങൾ, വേദനകളൊക്കെ വന്നത് നമ്മെ ദൈവം ശിക്ഷിച്ചത് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. നിങ്ങൾ കടന്നുപോയ മേഖലകൾ ദൈവം നമ്മെ പഠിപ്പിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ദിവസം നമുക്ക് അതിൽ നിന്ന് പഠിച്ചുകൊണ്ട് ദൈവത്തോട് പറയാം, കർത്താവേ, ഞങ്ങളെ പഠിപ്പിച്ചതിനായി നന്ദി. കർത്താവേ, ഞങ്ങളുടെ കുറവുകളെ പരിഹരിക്കുന്ന അങ്ങയുടെ ശ്രേഷ്ഠ ആ സാന്നിധ്യത്തിനായി നമുക്കിന്ന് രാത്രി സ്തോത്രം ചെയ്യാം. ഫിലിപ്പോസ് പറഞ്ഞു, ഞങ്ങൾക്ക് കുറവൊന്നുമില്ല, ഞങ്ങൾക്ക് ആവശ്യം, നീ പോകുന്നതിന് മുമ്പ് നിന്റെ പിതാവിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണം. നമ്മുടെ ജീവിതത്തിൻ്റെ ആഗ്രഹം അതായിരിക്കണം. തൃപ്തിയുള്ള ഹൃദയത്തോടെ പറയാൻ സാധിക്കുമോ, കർത്താവേ, അത് നമ്മൾ തൃപ്തിയുള്ളവരാകണം. നമ്മുടെ ആവശ്യങ്ങളെ ദൈവം നിറവേറ്റും. കുറവുകളുള്ള ഒരു ജീവിതമായി തീരുവാൻ ദൈവം സമ്മതിക്കുകയില്ല. അതെ, ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മുടെ കുറവുകളെ പരിഹരിച്ച് അവർ പറഞ്ഞതുപോലെ ഞങ്ങൾക്കൊരു കുറവും ഇല്ല എന്ന് പറയുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ കരയറ്റുവാൻ, ഉയർത്തുവാൻ യേശു പ്രവർത്തിക്കുന്നു. അവന് സകലത്തിനും കഴിയും. കുറവുകൾ പരിഹരിക്കുന്ന കർത്താവ്, ഒരു കുറവുമില്ലെന്ന് പറഞ്ഞ് അവര് ഒന്നുമില്ലാതെ പോയപ്പോൾ, പൊക്കണമെടുക്കാതെ, പേഴ്സെടുക്കാതെ, വടിയോ ചെരുപ്പോ ഒന്നും ഇല്ലാതെ പോയപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു കുറവും ഉണ്ടായില്ല, നീ അയച്ച ശുശ്രൂഷ ചെയ്ത് മടങ്ങി വരുവാൻ ഉള്ള കൃപയുണ്ടായിരുന്നു. കർത്താവ് പറഞ്ഞെന്നാൽ ഇനി നിങ്ങളത് എടുത്തു എന്ന് പറഞ്ഞ് അവരെ ആ ഒരു ഫീൽഡിലേക്ക്, മറ്റൊരു തലത്തിലേക്ക് വരെ മാറ്റി. യേശു പറഞ്ഞു, ഞാൻ പോകുകയാ, ഞാൻ പോയ ശേഷമായി നിങ്ങൾക്കിതൊക്കെ ആവശ്യം വരും, നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ എൻ്റെ ആത്മാവിനെ നൽകാമെന്ന് പറഞ്ഞാണ് കർത്താവ് ഈ ലോകത്തുനിന്ന് ശിക്ഷകളെ വിട്ടുപിരിഞ്ഞത്. കർത്താവ് പറഞ്ഞപ്പോൾ, യേശു പറഞ്ഞപ്പോൾ, ഞാൻ ഇത്ര കാലം നിങ്ങളോടുകൂടി ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ എന്ന് അവരോട് ചോദിക്കുക. ഫിലിപ്പോസേ, ഇത്ര കാലം ഞാൻ നിങ്ങളോട് കൂടി ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ എന്ന് ചോദിക്കുക. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടു. കർത്താവ് ഇവിടെ സാക്ഷാൽ ദൈവമാണെന്ന് വെളിപ്പെടുത്തുന്നതിന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. 14-ാം അധ്യായം യേശു ആരാണെന്ന് വെളിപ്പെടുത്തുകയാണ്. സാക്ഷാൽ ദൈവമാണെന്ന് വെളിപ്പെടുത്തുക. ആത്മീയമായ സംഭാഷണം ആണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ അതിന് മുമ്പായി കർത്താവ് അവരുടെ ഭൗതിക വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചത് ഇത് പറഞ്ഞു, ഞങ്ങൾ തൃപ്തരാ. ഈ ഭൗമികമായിരിക്കുന്ന വിഷയത്തിന്റെ തൃപ്തി ഉള്ളവർക്ക് വചനം പഠിക്കാൻ കഴിയത്തില്ല, അല്ലെങ്കിൽ അതിനുള്ള ആഗ്രഹം ഉണ്ടാകത്തില്ല. അല്ലാത്തവർക്ക് എന്നും ഭൗമിക വിഷയത്തെക്കുറിച്ചുള്ള ആഗ്രഹവും ചിന്തയും കാര്യങ്ങളും ഒക്കെയാണ്. എന്നാൽ ഈ വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിലും അത് ദൈവം തീർത്തോളും. സ്വർഗീയമായിരിക്കുന്നത് വെളിപ്പാടിന് വേണ്ടി അവര് ദൈവത്തോട് കൂടുതൽ ചോദിക്കുന്ന ഒരു ദിവസം നമുക്കും ചോദിക്കാം, കർത്താവേ, മറിഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് വെളിപ്പെടുത്തണം, സ്വർഗീയ പിതാവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് നൽകണമെന്ന് നമുക്കും ഫിലിപ്പോസിനെ പോലെ ചോദിക്കാം. കർത്താവ് പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ? ഇനി ഇതിനപ്പുറമായിട്ട് എന്താണ് കാണിക്കാനുള്ളത്? ഞാൻ തന്നെയല്ലേ പിതാവ്, എന്നിലല്ലേ പിതാവ് വസിക്കുന്നത്, ഞാൻ സാക്ഷാൽ ദൈവമാണെന്നാണ് യേശു പറഞ്ഞത്. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 4-ാം വാക്യവും, കൊലോസ്യ ലേഖനം അതിന്റെ 1-ാം അധ്യായം 15-ാം വാക്യവും
പൗലോസ് രേഖപ്പെടുത്തുമ്പോൾ ആരായിരുന്നു യേശു എന്നുള്ളത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് പരിചിതമായിരിക്കുന്ന വചനഭാഗങ്ങളാണ്. കൊരിന്ത്യർക്കെതിരെ രണ്ടാമത്തെ ലേഖനം അതിന്റെ 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസിയുടെ മനസ്സ് കുരുടാക്കി. അപ്പോൾ ദൈവപ്രതിമയാണ് അവൻ, ദൈവത്തിന്റെ പ്രതിമയാണ്. സാക്ഷാൽ ദൈവം എങ്ങനെയായിരിക്കുന്നു എന്നുള്ളതിന്റെ മനുഷ്യരൂപമാണ്, ആൾരൂപമാണ് ക്രിസ്തു. പിതാവാം ദൈവത്തെ മനുഷ്യനായി വെളിപ്പെടുത്തി ക്രിസ്തു വെളിപ്പെടുത്തി കാണിച്ചു കൊടുത്തു. ഇതാണ് പിതാവാം ദൈവം, സാക്ഷാൽ ദൈവം എന്നുള്ളത്. ഇനി അതേ കൊലോസ്യർക്ക് ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, അതിന്റെ 1-ാം അധ്യായം 15-ാം വാക്യം: അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനമാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരം അവനായും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ. അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. കർത്താവ് പറഞ്ഞത് ഞാൻ സാക്ഷാൽ ദൈവത്തിന്റെ പ്രതിമയാണ്. ഇവിടെ നമുക്കറിയാം പ്രതിമകളൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. വലിയ കഴിഞ്ഞ നാളുകളിലെ മഹാന്മാരുടെയൊക്കെ പ്രതിമയൊക്കെ എല്ലാവരും വഴികളിലൊക്കെ വെക്കും. അല്ല, യേശുവിന്റെ പ്രതിമ അങ്ങനെയുള്ള പ്രതിമയല്ല ഉണ്ടാക്കി വെക്കേണ്ടത്. ദൈവമില്ലാത്ത പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ട് യാതൊരു കാര്യവുമില്ല. എന്നാൽ കർത്താവിന്റെ യേശുവിന്റെ പ്രതിമ നമ്മളായിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, പിതാവിന്റെ പ്രതിമയായിരുന്നു ക്രിസ്തുവെങ്കിൽ ക്രിസ്തുവിന്റെ പ്രതിമയായിരിക്കണം ഞാൻ നിങ്ങൾ ജീവനുള്ളവരായിരിക്കണം. നമ്മെ അവനെ പോലെ ആക്കിയെടുക്കുവാൻ വേണ്ടിയാണ് യേശു ലോകത്തിൽ വന്ന. കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ പത്രങ്ങളാകുന്നു, ക്രിസ്തുവിന്റെ പത്രങ്ങളാകുന്നു. ക്രിസ്തുവിന്റെ പത്രങ്ങളാണ് ഞാൻ നിങ്ങൾ. അപ്പോൾ ക്രിസ്തുവിനെ പ്രദർശിപ്പിക്കുന്നതായിരിക്കണം ദൈവമക്കൾ. അത് നമുക്കതിന് സാധിച്ചിട്ടില്ല. ദിവസങ്ങൾ ആഗ്രഹിക്കാൻ കർത്താവെ അങ്ങയെ പ്രദർശിപ്പിക്കുന്ന ജീവനുള്ള ക്രിസ്തുവിനെ പ്രദർശിപ്പിക്കുന്ന ജീവനുള്ള പ്രതിമകളാക്കി ദൈവം മാറ്റി. കർത്താവ് പറഞ്ഞില്ല, ഞാൻ പോയ ശേഷമായിട്ട് നിങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും എൻ്റെ പ്രതിമ ഉണ്ടാക്കി വെക്കണമെന്ന് പറഞ്ഞില്ല. കർത്താവ് അറിയാമായിരുന്നു, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ കല്ലിൽ രൂപപ്പെടുത്തിയെടുക്കുന്ന ജീവനുള്ള പരിശുദ്ധാത്മാവ് വ്യാപരിക്കുമ്പോൾ ജീവനില്ലാത്ത കല്ലാകുന്ന മനുഷ്യനെ ജീവൻ പ്രാപിച്ച് ക്രിസ്തുവിന്റെ രൂപം അവനിൽ കൊത്തിയെടുക്കുമെന്ന്. രാത്രിയിലും അതേ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുക. അതേ ഒരു പ്രതിമ കൊത്തി ഉണ്ടാക്കുവാൻ വേണ്ടി കല്ലെടുത്ത് ആ ശില്പി അവന്റെ മനസ്സിനൊത്തതായ രീതിയിൽ അവന്റെ കൈ കൊണ്ട് അല്ലെങ്കിൽ കൊത്തുള്ളി കൊണ്ട് വേണ്ട രീതിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മെഷീൻ ഉപയോഗിച്ച് അവന്റെ ഹൃദയത്തിലുള്ള ഒരു പ്ലാൻ അനുസരിച്ച് ഒരു പ്രതിമ ഉണ്ടാക്കി വെക്കുമ്പോൾ അത് ജീവനില്ലാത്തത്. പക്ഷേ അതിന് രൂപം പുറമേ കാണുമ്പോൾ എല്ലാം കാണുമെന്നാൽ പുതിയ നിയമത്തിൽ കർത്താവ് പ്രതിമയാക്കിയിരിക്കുന്ന അങ്ങനെയല്ല. ജീവനില്ലാത്ത കല്ലായിരിക്കുന്ന എന്നെയും നിങ്ങളെ സ്വർഗീയ ശില്പിയാകുന്ന പിതാവാം ദൈവത്തിന്റെ കരങ്ങളിൽ ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് ദിവസങ്ങളിൽ കുത്തിയെടുക്കുന്നത് തന്റെ പുത്രന്റെ പ്രതിബിംബങ്ങളായിട്ടാണ്. ഇന്ന് രാത്രിയിൽ ഈ സത്യം മനസ്സിലായെങ്കിൽ, ഈ സന്ദേശം മനസ്സിലായെങ്കിൽ, ഇതിനേക്കാൾ അപ്പുറമായിട്ടൊരു സന്ദേശം എനിക്ക് കൈമാറുവാൻ എൻ്റെ പ്രിയപ്പെട്ടവർ. അതെ, യേശുവിന്റെ ആത്മാവ്, പിതാവിന്റെ ആത്മാവ് നമ്മൾ വ്യാപരിക്കുന്നത് അവന്റെ അതേ പ്രതിമയായി മാറ്റപ്പെടുവാൻ വേണ്ടി നമ്മളിൽ വ്യാപരിക്കുന്നത് ദൈവാത്മാവ് നമ്മളെ കൊത്തുപണി ചെയ്തുകൊണ്ടിരിക്കുക. അത് പൂർത്തീകരിച്ചെടുക്കും. അതിനെയാണ് തികവെന്ന് പറയുന്നത്. പിതാവാം ദൈവത്തിന്റെ പ്രതിമയായിരിക്കുന്ന യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് പറഞ്ഞു, അവൻ സദൃശനായ ദൈവത്തിന്റെ, യേശു ക്രിസ്തു അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. പറഞ്ഞാൽ സൃഷ്ടിയല്ല, എന്തെങ്കിലും ഉളവായിട്ടുണ്ടെങ്കിൽ അത് പിതാവാം ദൈവത്തിന്റെ വായിൽ നിന്ന് ഉരുവിട്ട വചനത്താലാണ് ഉരുവായിട്ടുള്ളത്. അതുകൊണ്ട് പറയും സർവസൃഷ്ടിക്ക് ആദിജാതൻ എന്ന് പറയുന്നത്. എല്ലാ സൃഷ്ടിയും ഉളവായിട്ടുള്ളത്. യേശു ക്രിസ്തു സൃഷ്ടിയല്ല, പിതാവാം ദൈവത്തിന്റെ ശബ്ദമാണ്, വചനമാണ് ക്രിസ്തു. അപ്പോൾ നാം കാണുന്നത് അഗോചരമായിട്ടുള്ളത് എല്ലാം സൃഷ്ടിക്കപ്പെടുന്നത് എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അനാദിയായി പ്രവർത്തിക്കുന്ന ക്രിസ്തു പിതാവാം ദൈവത്തിന്റെ ശബ്ദമാണ് ക്രിസ്തു. അവൻ സൃഷ്ടിയല്ല, എന്നാൽ അവൻ മുഖാന്തരമല്ലാതെ മറ്റൊന്നും ഉളവായിട്ടില്ല. അതുകൊണ്ടാണ് വചനത്തെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. പറഞ്ഞാൽ അവൻ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല.
ആ വചനം കൂടാതെ വന്നപ്പോൾ എന്തെങ്കിലും സൃഷ്ടി ഉണ്ടെങ്കിൽ അതിന്റെ ആരംഭമിട്ടത് ദൈവമാണ്, വചനമാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ക്രിസ്തു ഇവിടെ സൃഷ്ടിയാണെന്നല്ല. ഏത് സൃഷ്ടിയുടെയും ആദിജാതൻ നമുക്കറിയാമല്ലോ. യേശു മരിച്ചോടെ എന്നുള്ള പുനരുത്ഥാനത്തിൽ ആദിജാതനായി തീർന്നു. അപ്പോൾ ഇവിടെ ക്രിസ്തു മരിച്ചോടെ എന്നുള്ള പുനരുത്ഥാനത്തിൽ ആദിജാതനായി തീർന്നെങ്കിൽ കാണുന്നതാകട്ടെ കാണാത്താകട്ടെ എന്തുമാകട്ടെ ദൃശ്യമാകട്ടെ അദൃശ്യമാകട്ടെ എല്ലാം അവനാൽ ഉളവായി, അവൻ മുഖാന്തരമല്ല ഒന്നും ഉളവായിട്ടില്ല, വചനമല്ലാതെ ഒന്നും. അപ്പോൾ വചനം പിതാവാൻ ദൈവത്തിന് വചനമാണ്, ജീവനാണത്, ക്രിസ്തുവാണ്, പുത്രനാണ്, അനുസരണമുള്ളവനാണ്. പിതാവ് എന്ത് പറയുന്നു അതുപോലെ തന്നെ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നതിനെയാണ് പിതൃപുത്രം എന്ന ബന്ധമെന്ന് പറഞ്ഞിരിക്കുന്നത്. അനുസരണത്തിന്റെ ഐക്യതയെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് പിതാവെന്ന പുത്രം, അല്ലാതെ അമ്മയുള്ള ബന്ധത്തിലല്ല. യേശു സൃഷ്ടിയല്ല. യേശു പിതാവാം ദൈവ വചനമാണ്. വചനമാം ദൈവം, ആത്മാവാം ദൈവം, ജീവനാം ദൈവം, ഇത് മൂന്നും ഒന്നാകുന്നു. അങ്ങനെയാണ് ദൈവിക തൃത്വം എന്ന് പറയുന്നത്. അപ്പം ആ ജീവനായിരിക്കുന്ന ആത്മാവായിരിക്കുന്ന വചനമാം ദൈവത്തെ ഒരു മനുഷ്യരൂപിയായി ലോകത്തിൽ വെളിപ്പെടുത്തി പറഞ്ഞു, ഇത് ക്രിസ്തുവിൽ പിതാവുണ്ട്, ക്രിസ്തുവിൽ പരിശുദ്ധാത്മാവുണ്ട്, ക്രിസ്തുവിൽ വചനമുണ്ട്. യേശു ക്രിസ്തുവിൽ ആത്മാവാൻ ദൈവവും ജീവനാൻ ദൈവവും വചനമാൻ ദൈവം ഉണ്ടായിരുന്നു. അവിടെ പറഞ്ഞത് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. എന്താ പറഞ്ഞു? ഇനി എനിക്ക് കാണിച്ചു തരാനായിട്ടൊന്നുമില്ല. എന്നെ കണ്ടിട്ടുണ്ടോ? ഞാൻ അവന്റെ പ്രതിമയാ. ആ ജീവനുള്ള ദൈവത്തിന്റെ പ്രതിമയാണ് ക്രിസ്തു. അതുകൊണ്ട് രാത്രിയിൽ സ്വർഗം വിളിച്ചു പറയും, എന്റെ പ്രതിമകളാണ് ഈ ദിവസങ്ങളിൽ തികവിലേക്ക് എത്തുന്നവർ. ക്രിസ്തുവിന്റെ അതേ ഭാവവും രീതിയും അതേ രൂപവും ഉണ്ടാക്കിയെടുക്കുവാൻ അവന്റെ സ്വഭാവത്തിന് വേണ്ടി ദിവസങ്ങളിൽ നാം ആയിത്തീരുവാൻ വേണ്ടിയാ അവന്റെ രക്തവും മാംസവും നമുക്ക് നൽകുന്നത്. അവന്റെ ജീവൻ നമ്മളിൽ പകർന്നിരിക്കുന്നത്, അവൻ വചനം നമ്മളിൽ പകർന്നിരിക്കുന്നത് അവനെ പോലെ ആയിത്തീരുവാൻ വേണ്ടിയാ. അതെ ഭക്തന്മാർ പാടി, യേശുവേ നിന്റെ രൂപം എനിക്ക് എത്രയോ സന്തോഷം, നിന്നെ പോലെ ആകുവാൻ എന്നുള്ള പാട്ടോർ പാടുപാടിയത്. അത് യേശുവിനെ പോലെ ആകുവാനുള്ള വാഞ്ച ഉണ്ടായിരുന്നു. ആ ആഗ്രഹമായിരിക്കണം ഈ ദിവസം നമുക്കുണ്ടാകും. യേശുവിന്റെ രൂപം എത്ര ആനന്ദമാണ്, എത്ര സന്തോഷമാണ്. നിന്റെ രൂപം ഈ കണ്ണുകൾക്ക് എത്ര ആനന്ദം. നിന്നെ പോലെ ആകുവാൻ, ആ സൗന്ദര്യം, നിന്നെ പോലെ ആകുവാൻ ഞാനും ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിനെ പോലെ ആകുവാൻ, ക്രിസ്തുവിന്റെ സൗന്ദര്യം ഒരിക്കലും അതെന്താണെന്ന് നമുക്കറിയാമല്ലോ. ക്രിസ്തുവിന്റെ സൗന്ദര്യം, അവന്റെ ആകർഷണീയത നമുക്ക് ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുവാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കും. കർത്താവേ, ദൈവമേ അങ്ങേപ്പോലെ ആയിത്തീരുവാൻ, അങ്ങയോട് സദൃശായിത്തീരുവാൻ എന്നിൽ നിന്റെ കൊത്തുപണി പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കണമേ എന്ന് നമുക്ക് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. പിതാവാം ദൈവത്തിന്റെ അതേ രൂപത്തെ വ്യക്തമായി പിതാവാം ദൈവം എന്താണെന്നുള്ളത് മനുഷ്യനായി വെളിപ്പെട്ടപ്പോൾ കർത്താവ് പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ. ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്കിത് മനസ്സിലായെന്നുള്ളത്, ഈ വിഷയം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. 14-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന് അർത്ഥം എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനവും അതുപോലെ തന്നെ നാം കൊരിന്ത്യർ ലേഖനം എടുത്ത് പഠിപ്പിച്ചത്, മനസ്സിലാക്കിയത്. ദൈവത്തിന്റെ യഥാർത്ഥമായ മനുഷ്യരൂപത്തിൽ വെളിപ്പെട്ടപ്പോൾ അവനിൽ വെളിപ്പെട്ട സ്നേഹം, അവനിൽ വെളിപ്പെട്ട ശാന്തത, അവനിൽ വെളിപ്പെട്ട സൗമ്യത, അവനിൽ വെളിപ്പെട്ട സന്തോഷം, അവനിൽ വെളിപ്പെട്ട സമാധാനം, അവനിൽ ദർശിക്കാൻ കഴിഞ്ഞിരുന്നതെല്ലാം ദൈവത്തിന്റെ പ്രത്യേകതയാണ് വെളിപ്പെടുത്തിയിരിക്കുന്ന. കർത്താവ് പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നുവെന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവിനിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. പറഞ്ഞു, പിതാവിനിൽ വസിക്കുന്ന ഭവനമാണ് ഞാൻ, എന്നിൽ വസിച്ചുകൊണ്ട് അവന്റെ പ്രവൃത്തി ചെയ്യുന്നു. എന്നിട്ട് തുറന്നു പറയുകയാണ്, ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്നെ വിശ്വസിപ്പീൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പീൻ. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. എന്റെ 12-ാം വാക്യം, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. ഇത് പലർക്കും മനസ്സിലായിട്ട് കർത്താവ് പറഞ്ഞു വരുന്ന വചനം വളരെയധികം അർത്ഥവത്തായിട്ടുള്ള ഗാംഭീര്യമേരിക്കുന്ന മർമ്മമാണ് കർത്താവ് വെളിപ്പെടുത്തിയത്. പറഞ്ഞു, പിതാവ് എന്നിലും വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമെന്ന് എന്നെ വിശ്വസിപ്പീൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നിൽ വിശ്വസിപ്പീൻ.
ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് ഒന്നുകൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യുമെന്ന് പറഞ്ഞു. പിതാവ് പറഞ്ഞു, ഞാൻ പിതാവാൻ ദൈവത്തിന്റെ പ്രതിമയാണ്, ജീവനുള്ള പ്രതിമയാണ്. അവൻ എന്നിൽ വസിച്ചുകൊണ്ട് അവൻ പ്രവർത്തിക്കുന്നു. അതേ പ്രവൃത്തി അവനിൽ ചെയ്യുന്നു. ഇനി ഞാൻ ഇവിടുന്ന് പോയ ശേഷമായി ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യുന്നതിനർത്ഥം ഞങ്ങൾ അവനിൽ വാസം ചെയ്ത് ജീവനില്ലാത്ത കല്ലായിരിക്കുന്ന മനുഷ്യൻ, പൊടി കൊണ്ടുള്ള മനുഷ്യനെ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുന്ന ജീവനുള്ള കല്ലുകളാക്കി മാറ്റി, ദൈവം വസിക്കുന്ന മന്ദിരങ്ങളാക്കി മാറ്റി, ദൈവത്തിന്റെ പ്രതിമയാക്കി വെളിപ്പെടുത്തും എന്നാണ് പറയുന്നത്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. അപ്പോൾ കർത്താവ് ഇവിടെ പറയുക, ഒരു പ്രതിമയായി ഞാൻ ജീവനുള്ള പ്രതിമയായി ഞാൻ വന്നെങ്കിൽ, ഞാൻ വന്നത് മുഖാന്തരമായി 2000 വർഷമായി അനേക പ്രിയപ്പെട്ടവർ പിതാവാം ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമായി ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന മന്ദിരങ്ങളാക്കി മാറ്റിയെടുത്തു. കർത്താവ് പറഞ്ഞു, എന്നിൽ പിതാവ് വസിച്ചുകൊണ്ട് ചെയ്യുന്നത് പോലെ തന്നെ എന്റെ പ്രവൃത്തി നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുറവ് കണ്ടുപിടിക്കാൻ കഴിയുമോ? ഇല്ല. യേശു പ്രവർത്തിച്ചത് എല്ലാം നോക്കുമ്പോൾ അവൻ ചെയ്തത് അപ്പുറമായിട്ട് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികളാണ് യേശു ചെയ്തത്. യേശു ചെയ്തത് മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികളെയാ. കാരണം ദൈവത്തിന് മാത്രമേ മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തി ചെയ്യാൻ കഴിയത്തുള്ളൂ. മറ്റാരും ചെയ്യാൻ കഴിയാത്ത പ്രവൃത്തി, ആർക്കും ചെയ്യാൻ കഴിയാത്ത പ്രവൃത്തി മാനവരക്ഷയാണ്, മനുഷ്യന്റെ രക്ഷയാണ്, പാപമോചനമാണ്. അത് മറ്റാർക്കും ചെയ്യാൻ കഴിയത്തില്ല. അവൻ ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ കർത്താവ് തൻ്റെ മക്കളായിരിക്കുന്ന എന്നെയും നിങ്ങളെയും അവന്റെ അതേ രൂപത്തിലാക്കിയിട്ട് ദൈവത്തിന്റെ പ്രവൃത്തിയായിരിക്കുന്ന ക്രൂശിലെ യാഗം മുഖാന്തരം, അവന്റെ പരമയാഗം മുഖാന്തരമായി മനുഷ്യപാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശുവിന്റെ രക്തത്തിന് കഴിയുമെന്നുള്ള സന്ദേശം, തേജസ്സുള്ള സുവിശേഷം പ്രസിദ്ധമാക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. അത് നമ്മളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുമ്പോൾ ആ പ്രവൃത്തി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. രക്ഷയുടെ പ്രവൃത്തി, രക്ഷാകരണമായിരിക്കുന്ന പ്രവൃത്തി നാം ചെയ്തുകൊണ്ടിരിക്കും. കർത്താവ് പറഞ്ഞു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. യേശു ചെയ്യുന്ന പ്രവൃത്തി പലരും വിചാരിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ്. യേശു കുരുടനെ സൗഖ്യമാക്കി, യേശു മരിച്ചവരെ ഉയർപ്പിച്ചു. കർത്താവ് പറഞ്ഞ അതേ അടയാളങ്ങൾ ആവർത്തിക്കുമ്പോൾ എന്നേക്കാൾ കൂടുതലായിട്ട് ചെയ്യുമെന്നല്ല കർത്താവ് അവിടെ പറഞ്ഞത്. ചില വിചാരിക്കുന്ന കർത്താവ് ചെയ്ത പ്രവൃത്തിയേക്കാൾ കൂടുതൽ ചെയ്യാൻ വേണ്ടി നടക്കുന്നവരുണ്ട്. പക്ഷെ ഇതുകൂടെ വായിച്ചിട്ട് അങ്ങനെയുള്ളവർ അതിനുവേണ്ടി തയ്യാറെടുക്കാവുള്ളൂ എന്നും കൂടി ഞാൻ ഓർപ്പിക്കുന്നു. യേശു ചെയ്തതിനപ്പുറമായി ഒരു പ്രവൃത്തിയും എന്ന് പറഞ്ഞാൽ അവനേക്കാൾ കൂടുതലായിട്ട് ആർക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. യേശു ചെയ്യാതിരുന്ന പ്രവൃത്തി എന്താണ് നമ്മൾ ചെയ്യുന്നുള്ളതും ഇവിടെ നാം മനസ്സിലാക്കണം. കർത്താവ് ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് ഈ പുസ്തകത്തിന് അവസാനം എഴുതിയിട്ടില്ല. 20-ാം അധ്യായം അതിന്റെ 31-ാം വാക്യത്തിൽ, എന്നാൽ ദൈവത്തിനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് വിശ്വസിച്ച് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകണമെന്ന് ഇത് എഴുതിയിരിക്കും. 30-ാം വാക്യം, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തന്നെ ശിഷ്യന്മാർ കാണുക ചെയ്തു. അപ്പോൾ യേശു ചെയ്ത അടയാളങ്ങൾ കൂടുതലായിട്ട് അടയാളങ്ങൾ ചെയ്യുമെന്നല്ല കർത്താവ് അവിടെ പറഞ്ഞത്. അതുപോലെ യേശു പ്രവർത്തിച്ചതുപോലെ ആർക്കും പ്രവർത്തിപ്പാൻ കഴിയത്തില്ല. അതിന്റെ 21-ാം അധ്യായം 25-ാം വാക്യം, യേശു ചെയ്തത് മറ്റു പലതുമുണ്ട്, അത് ഓരോന്നായി എഴുതിയാൽ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും ഒതുങ്ങുകയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു. യേശുവിനോട് യോഹന്നാൻ ഈ പുസ്തകം എഴുതി അവസാനിപ്പിച്ചത് അത് പറഞ്ഞ ഇത് ഞാൻ ഇവിടെ എടുത്തത്. ഇത് വായിക്കുമ്പോൾ വിചാരിക്കരുത് യേശു മരിച്ചവരെ ഉയർപ്പിച്ചതിനേക്കാൾ കൂടുതൽ ഞാൻ ഉയർപ്പിക്കും, യേശു ഇതിനേക്കാൾ വലിയ ചെയ്യുന്നുള്ള രീതിയല്ല കർത്താവ് അവിടെ പറഞ്ഞത്. യേശു ചെയ്തതുപോലെ ചെയ്ത് മറ്റു പലതുമുണ്ട്, അത് ഓരോന്നായി യേശു ചെയ്ത അടയാളങ്ങളും അത്ഭുതങ്ങളും അതിനെ കടത്തിവെട്ടാമെന്നുള്ള രീതിയിൽ ആരും ചിന്തിക്കരുത്. അതല്ല കർത്താവ് അവിടെ പറഞ്ഞത്. ചിലർക്ക് ഇതിന്റെ തെറ്റായിട്ടുള്ള മിസ്ഇന്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ ദുർവ്യാഖ്യാന നിമിത്തമായി യേശു ചെയ്തതിനേക്കാൾ വലുത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ഇവിടെ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. യേശു ചെയ്തതിനേക്കാൾ വലുതായിട്ട് ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞു തരാം. പക്ഷെ ഇവിടെ കഥ പറഞ്ഞത്, ഇവിടെ സാക്ഷ്യം പറയുകയാണ്, യേശു ചെയ്ത് ഞാൻ ചെയ്തത് എനിക്കറിയത്തില്ല, ഞാൻ ചെയ്തത് ഒരു പേനയുടെ റീഫില്ല് പോലും വേണ്ട ഞാൻ ചെയ്ത് എഴുതാനായിട്ട്. വേണ്ട, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഒരു പേനയുടെ റീഫില്ല് കൊണ്ട്
എഴുതി തീർക്കാനുള്ളതൊന്നുമില്ല. എനിക്ക് അത്ര വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല, ഒന്നും തന്നെ ക്ലെയിം ചെയ്യാനില്ല. ഒരു പേന റീഫിൽ എടുത്തിട്ട് അതുകൊണ്ട് ഞാൻ ചെയ്തെല്ലാം എഴുതിയാൽ ഒന്നും കാണുന്നില്ല. പക്ഷെ ഇവിടെ പറയുക ക്രിസ്തു ചെയ്ത് മറ്റു പലതുമുണ്ട്. ഇതിനേക്കാൾ കൂടുതൽ എഴുതാനുള്ള എനിക്കറിയത്തില്ല. ഈ കടലിലെ വെള്ളം മുഴുവനെടുത്ത് എഴുതിയാലും തീരാത്ത കാര്യങ്ങളാണ് യേശു ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അർത്ഥം ക്രിസ്തു ചെയ്ത് മറ്റു പലതുമുണ്ട്. അതുകൊണ്ട് പറയുക അവൻ ചെയ്ത് ഓരോന്നായി എഴുതിയ ലോകത്ത് തന്നെ അത് ഒതുങ്ങിയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു. അങ്ങനെ അതിശക്തി പറഞ്ഞതല്ല യേശു ക്രിസ്തു. അപ്പം ഞാൻ അതേക്കുറിച്ച് കൂടുതൽ പറയാം. ക്രിസ്തു ചെയ്ത് ഓരോന്ന് പറഞ്ഞാൽ അവൻ മുഖാന്തര സ്ഥലം ഉളവായത്. സൃഷ്ടിയുടെ ആരംഭമുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് നിങ്ങളുടെ രേഖപ്പെടുത്തിയാൽ 6 ദിവസം ചെയ്ത കാര്യങ്ങൾ പറഞ്ഞ വാക്കുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതിനെ കുറിച്ച് എഴുതി തീർക്കാൻ പറ്റുമോ? നിങ്ങൾ ഒരു മരത്തെ കണ്ടിട്ട് അതിന്റെ കാര്യങ്ങളെ കുറിച്ച് എഴുതാൻ തുടങ്ങിയാൽ എന്തെല്ലാം കാര്യം എഴുതാൻ പറ്റും? അങ്ങനെ ഭൂമിയിൽ കാണുന്ന സകല വിഷയത്തെക്കുറിച്ച് എഴുതിയാൽ എഴുതി തീർക്കാൻ പറ്റത്തില്ല. എന്നാൽ കർത്താവ് പറഞ്ഞു 3.5 വർഷം യേശു വന്ന് ഇവിടെ ചെയ്ത ഏറ്റവും വലിയ പ്രവൃത്തി 6 ദിവസം പ്രവർത്തിച്ച പ്രവൃത്തിയേക്കാൾ അതിനുശേഷമായി ഈസായിനോട് ബന്ധത്തിൽ മറ്റു പലതും അവൻ ചെയ്തു. അതുകൊണ്ടാണ് യോബിന്റെ പുസ്തകം 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അവൻ ആരാകുന്നു എന്നുള്ളതിനെ കുറിച്ച്. യോബിന് അവന് കാഴ്ചപ്പാട് കിട്ടിയപ്പോൾ അവൻ പറയുകയാണ്, 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുകയാണ്, അവൻ അസംഖ്യമായ കാര്യങ്ങളെ ചെയ്യുന്നവരാണ്. 5-ാം അധ്യായം യോബിന്റെ പുസ്തകം 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ യോബ് ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ അവൻ സംസാരിക്കുക. ദൈവം ആരാകുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ അവൻ സംസാരിക്കുന്നതാണ് 5-ാം അധ്യായം 9-ാം വാക്യം. അവൻ ആരാഞ്ഞുകൂടാത്ത വൻ കാര്യങ്ങളും അസംഖ്യമായ അത്ഭുതങ്ങളും ചെയ്യുന്നു. അവൻ ആരാഞ്ഞുകൂടാത്ത വൻ കാര്യങ്ങളും അസംഖ്യമായ അത്ഭുതങ്ങളും ചെയ്യുന്നു. പുത്തനായിരിക്കുന്ന വചനമാകുന്ന ക്രിസ്തു ചെയ്തതിനേക്കാൾ കൂടുതലായിട്ട് ആർക്കും ചെയ്യാൻ കഴിയത്തില്ല. പറയാ അവൻ ആരാഞ്ഞുകൂടാത്ത വൻ കാര്യങ്ങളും അസംഖ്യമായ അത്ഭുതങ്ങളും ചെയ്യുന്നു. യേശു ക്രിസ്തു ചെയ്ത അടയാളങ്ങൾ, അത്ഭുതങ്ങൾ മറ്റു പലതുമുണ്ട്. അത് ഓരോന്നായി എഴുതിയാൽ ലോകത്തിൽ തന്നെ ഒതുങ്ങിയില്ല. അതെ, ഒരു വ്യക്തിയിൽ യേശു ചെയ്ത അത്ഭുതത്തെക്കുറിച്ച് എഴുതിയാൽ അത് തീരത്തില്ല. യേശു അങ്ങനെ എത്ര പേരുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തു. യേശു ചെയ്ത അത്ഭുതം ലാസർ വിവരിച്ചാൽ, ലാസർ ഇരുന്ന് എഴുതാൻ തുടങ്ങിയാൽ, ലാസർ ആ വിഷയത്തെക്കുറിച്ച് എഴുതാൻ തുടങ്ങി എന്തെല്ലാം കാര്യങ്ങൾ എഴുതുവാനുണ്ട്. അങ്ങനെ യേശു സൗഖ്യമായ എത്രയോ പേർക്ക് എന്തെല്ലാം സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. പറഞ്ഞാൽ തീരാത്ത വർണ്ണമായ കാര്യങ്ങളാണ് ക്രിസ്തു ചെയ്തെങ്കിൽ ഞാനും നിങ്ങളും അതിന് തെളിവാണ്. ക്രിസ്തു നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ പ്രവൃത്തികളും ചിന്തിക്കും മറ്റാരും ചെയ്യാൻ കഴിയാത്ത വലിയ പ്രവൃത്തി, അതേ നമ്മുടെ പാപത്തെ കർത്താവ് മോചിപ്പിച്ചതാണ് ഏറ്റവും വലിയ വിഷയം. അതാർക്കും ചെയ്യാൻ കഴിയത്തില്ല. അവൻ ചെയ്തതിനപ്പുറമായിട്ട് ആർക്കും ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ തേജസ്സുള്ള സുവിശേഷത്തിന്റെ വക്താക്കളെ തീരുവാൻ കർത്താവ് സഹായിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. ലൂക്കോസ് 24-ാം അധ്യായം 48-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, എന്നെ എന്റെ പിതാവ് അയച്ചത് തെറ്റിപ്പോയി ഇസ്രായേൽഗത്തിന്റെ അടുക്കളയ്ക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല. എന്നാൽ കർത്താവ് പറഞ്ഞു, ലോകത്തിലേക്ക് ഞാൻ നിങ്ങളെ അയക്കുകയാണ്. ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യും. അതിൻ്റെ അർത്ഥം യേശു ലോകത്തിൽ ജഡത്തിൽ വന്നപ്പോൾ അവൻ യെരൂശലേം, യഹൂദയ ആ ചുറ്റുപാടുകളിൽ മാത്രം പിതാവാം ദൈവം തന്നെ അയച്ച ആ പരിധിക്കുള്ളിൽ, ആ ടെറിട്ടറിക്കുള്ളിൽ യേശു നിന്നു. അവിടെ നിന്നാണ് പ്രവർത്തിച്ചത്. എന്നാൽ ദൈവസഭയെക്കുറിച്ച് കർത്താവ് പറഞ്ഞു, ഞാൻ ജഡത്തിൽ വന്നിട്ട് ഞാൻ പോകാത്ത സ്ഥലങ്ങളിലേക്ക് നിങ്ങളെ ഞാൻ ജഡത്തിൽ അയക്കാൻ പോവുകയാണ്. എന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി യേശു പറഞ്ഞു, നിങ്ങൾ പോകണം. എന്നെ എന്റെ പിതാവ് തെറ്റിപ്പോയി ഇസ്രായേൽ അടുക്കലേക്ക് അയച്ചത് അവരെ വീണ്ടെടുക്കുക മാത്രമല്ല, മനുഷ്യവംശത്തിന് വേണ്ടി പാപത്തിന് പരിഹാരമായി കാൽവരി യാഗമായി തീർന്ന് അത് മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത ആ രക്ഷാകരണമായ പ്രവർത്തനം അയച്ചെടുക്കാൻ വേണ്ടിയാ. അതിന്റെ സാക്ഷ്യം പറയുവാൻ വേണ്ടി നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ലോകത്തിന്റെ അറ്റത്തോളം പോകണമെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ അതിന്റെ അർത്ഥം കർത്താവ് പറഞ്ഞു, അത് കണ്ടുകൊണ്ടാണ് പറഞ്ഞത്, ഞാനും നിങ്ങളും ദിവസങ്ങളിൽ ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കാതെ സുവിശേഷവാഹകരായി ലോകത്തിന്റെ പല സ്ഥലങ്ങളിലേക്ക് ദൈവം അയക്കുന്നത് കർത്താവ് പറഞ്ഞു. അതേ, യേശുവിന്റെ രക്ഷാകരണമായിരിക്കുന്ന പ്രവൃത്തിയെ ദൈവം പല സ്ഥലങ്ങളിലേക്ക് അയക്കാൻ വേണ്ടി ദൈവം അയക്കുക. നിങ്ങൾ സാക്ഷികളും ആകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി, മാനവവംശത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി യേശു കാൽവറിയിൽ യാഗമാറ്റുന്നു. ഇസ്രായേലിനുള്ള ബന്ധത്തിൽ, കാണാതെ പോയ ആടുകളുടെ ബന്ധത്തിൽ മാത്രമാണ് പിതാവാൻ ദൈവം തന്റെ പുത്രനെ അയച്ചത്. എന്നാൽ കർത്താവ് പറഞ്ഞു, പരിശുദ്ധാത്മാവ് വന്ന ശേഷമായി
ഞാൻ ചെയ്തതിലും ഞാൻ പോയതിലും ഞാൻ യാത്രയിലും അധികമായി സ്ഥലങ്ങൾ നിങ്ങൾ സഞ്ചരിക്കും. അതുകൊണ്ട് കർത്താവ് ഞാൻ ചെയ്തതിലും അധികമായി നിങ്ങൾ ചെയ്യുമോ. അതുകൊണ്ട് തെറ്റിദ്ധരിച്ച ദിവസങ്ങളിൽ തെറ്റായിട്ടുള്ള ചിന്തകളിലേക്ക് പോകാതെ കർത്താവെ അങ്ങ് ചെയ്ത അത്ഭുതങ്ങൾ അടയാളങ്ങൾ അസംഖ്യമാണ്, അത് എണ്ണിക്കൂടാത്തത് എത്രയോ വലുതാണ്. എന്നാൽ കർത്താവെ അങ്ങ് ഭൂമിയിൽ വന്നപ്പോൾ തന്റെ പിതാവ് അയച്ച ദൗത്യം ഇസ്രായേലുള്ള ബന്ധത്തിൽ ഒരു ടെറിട്ടറിയുടെ അതിർത്തി ദൈവം വെച്ചിരുന്നു. അത് അതിർത്തി ഇല്ലാതെ സുവിശേഷം അറിയിക്കാനുള്ള ഭാഗ്യമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. തന്റെ പുത്രനിലൂടെ ആ തേജസ്സിന്റെ സുവിശേഷം ഈ ദിവസങ്ങളിൽ പല സ്ഥലങ്ങളിൽ ഘോഷിപ്പാൻ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. ദിവസങ്ങളിൽ ക്രിസ്തുവിനെ പ്രദർശിപ്പിക്കുന്ന ജീവനുള്ള പ്രതിമകളായി തീരുവാൻ, യേശുവിന്റെ സ്നേഹം നമ്മൾ വസിക്കുവാൻ, പരിശുദ്ധാത്മാവിന്റെ ഹിതത്വത്തോണം സഞ്ചരിച്ച ദിവസങ്ങളിൽ നമ്മെ അയക്കുന്ന സ്ഥലങ്ങളിൽ അവന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വചനത്താൽ ഇന്ന് രാത്രി ഞാൻ വിരാമം വിടുമ്പോൾ നമുക്ക് ദൈവത്തിലേക്ക് ഏൽപ്പിച്ച് പറയാം, കർത്താവേ ഞങ്ങൾക്കൊന്നും കുറവില്ല, നീ ഞങ്ങൾക്ക് സകലത്തിനും മതിയായവനാ. എല്ലാവരും ദൈവത്തിന്റെ മഹത്വം കരയേറ്റിയാട്ടെ. യേശുവിനെ സേവിച്ചിറങ്ങിയത് മുഖാന്തരമായി ചില ദിവസങ്ങളിൽ കണ്ണുനീരില്ലായ്മകൾ ഭാരങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും എത്ര ശ്രേഷ്ഠകരമായിട്ടാണ് ദൈവം നമ്മളെ പുലർത്തിയത്. കാക്കയെ കൊണ്ട് ഏലിയാവിനെ പോറ്റിയ കർത്താവ് വിവിധ സമയങ്ങളിൽ നമ്മെ പോറ്റിയ ദൈവത്തിന്റെ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യാം. ദൈവനെ സ്നേഹിച്ചിറങ്ങിയ ആ നിമിഷം മുതൽ നമ്മുടെ ജീവിതത്തിൽ എത്ര അത്ഭുതങ്ങളെ അടയാളങ്ങളെ ദൈവം ചെയ്തു. അവൻ എത്ര ശ്രേഷ്ഠകരമായിട്ട് നമ്മളെ പോറ്റി, നമ്മളെ പുലർത്തി. ആ ദൈവത്തിന്റെ കരങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. ക്രിസ്തു വരുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ജീവിതം പലതുമായിട്ടുള്ള വിഷയങ്ങൾ, ഇവിടെ പോരാട്ടമുണ്ടെങ്കിലും പുറമേ നമുക്ക് വിഷയങ്ങളുണ്ടെങ്കിലും ഇന്ന് രാത്രി പറയാൻ സാധിക്കണം, ഞങ്ങൾ തൃപ്തരാണ് കർത്താവേ, ഞങ്ങൾ തൃപ്തരാണ്, നിന്റെ കൃപ ഞങ്ങൾക്ക് മതി, നിന്റെ കൃപയെ ഞങ്ങൾ തൃപ്തരാണ്. ദിവസങ്ങളിൽ അങ്ങയെ കാണുവാൻ, അങ്ങയുടെ പിതാവിരിക്കുന്ന ആ സ്ഥലത്ത് എത്തിച്ചേർന്ന് ഞങ്ങളുടെ വലത്ത് ഭാഗത്തിരിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. നീതിക്കുന്നിടത്തിരിപ്പാൻ ഞങ്ങൾക്കും കൃപ നൽകണമേ എന്നുള്ള ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും വാഞ്ചയോടും ആയിരിക്കാം. ഞങ്ങൾ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവ് താമസം നാളെ വീണ്ടും കാണാം. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കും.